അലങ്കാരി അജരക്ക് ആ പ്രിന്റ് കോട്ടൺ ആണ് വരുന്നത്. 119 നൈറ്റി ആണ് ഈ കാണുന്നത്. വെറും 119 രൂപ. 299 2 പീസിന്റെ കേട്ടോ. അപ്പൊ ഇത് 199 ഷർട്ട് ആണ്. 79 വെറും 79 രൂപയ്ക്ക് അണ്ടർ സ്കർട്ട് കേട്ടോ. ലൂസ് ഫിലിപ്പ് ഇതൊക്കെ നമുക്ക് 50% ഓഫർ ഇതിന് വരുന്നതാണ്. ചെറുതായാലും വലുതായാലും ഒക്കെക്കും പ്രൈസ് ഒന്ന് തന്നെ. 299 എല്ലാം നല്ല സെലക്ഷൻ ആണ്. സാരി ആണെങ്കിലും എല്ലാം നല്ല റേറ്റ് കുറവാണ്. ഇപ്പൊ അങ്ങനെയാണ് എവിടെ നോക്കിയാലും. കൊറിയൻ ഗേൾസ്. ഇത് 999 ടെസറിൽ ടീഷർട്ടിൽ 99 റുപ്പീസ് ആണ് കേട്ടോ. പറഞ്ഞതേ ഇല്ല. ഈ സ്കേർട്ടൊക്കെ 199 രൂപ. വായോ നമ്മുടെ കടയാണ്. സ്വന്തം. വെറും 195 രൂപയ്ക്ക് 2 പീസിന്റെ ഷർട്ടും ട്രൗസറും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് ജാസ് ഫാബ്രിക്സിലേക്കാണ്. 2 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതൊരു വെഡിങ് സെന്റർ ആണ്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അപ്പൊ ഇത് ഏതാ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അരൂർ കേട്ടിട്ടുണ്ടോ ഈ ഒരു സ്ഥലം? ഇല്ലല്ലേ. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് എറണാകുളത്ത് എടപ്പള്ളി ജംഗ്ഷൻ്റെ അവിടുന്ന് ജസ്റ്റ് 20 to 25 മിനിറ്റ്സ് ഡിസ്റ്റൻസിലാണ് ഈ ഒരു അരൂർ എന്ന് പറഞ്ഞ സ്ഥലം. റോഡ് വരുന്നത് നമുക്ക് എടപ്പള്ളി ആലപ്പുഴ റോഡാണ് കേട്ടോ ഈ ഒരു റോഡ് വരുന്നത്. ഇനി ട്രാഫിക് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു 30 മിനിറ്റ് പിടിച്ചോ, എന്നാലും അധികം ദൂരമൊന്നുമില്ല, പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അരൂർ ജാസ് ഫാബ്രിക്സിലേക്കാണ്. പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ. 2 വീലർ ആയാലും കാർ ആയാലും എന്തുവാണെങ്കിലും പാർക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് വരൂ. അപ്പോൾ ഇതൊരു റീറ്റെയിൽ ഷോപ്പാണ് കേട്ടോ, സിംഗിൾ പീസ് ആയിട്ട് കിട്ടും. അതും വെഡിങ് സെന്റർ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമുക്ക് സിംഗിൾ പീസ് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ തിയറി നോക്കിയാൽ എന്താണ് ഇവിടുത്തെ വെറൈറ്റീസ് ഉള്ളത്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. കയറാം, നമുക്ക് വരും കയറാം. നമുക്ക് ഒരുപാട് കളക്ഷൻസ് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ബിഗ് ഷോപ്പാണിത്, മുകളിലും അടിയിലുമായിട്ടുള്ള കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ്, അതുപോലെ തന്നെ വെഡിങ് സെന്ററും കൂടിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഞാൻ കേട്ടല്ലോ. അതെ, ഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെഡിങ് ഷോപ്പാണ്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നേക്കാളും മുന്നേ ഞാനും എന്റെ വ്യൂവേഴ്സും ഒരു സ്വാഗതം പറയാണ്. ഹായ്, വെൽക്കം ടു ജാസ് ഫാബ്രിക്, വെൽക്കം ടു ലൈഫ് വിത്ത് ഷെൽമി. അപ്പൊ ഇവിടുത്തെ കളക്ഷൻസ് എന്തൊക്കെയാണ്? കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് എല്ലാ ഐറ്റംസ് ഉണ്ട്. എന്താ ഇവിടെ കിട്ടുന്നത്? A to Z ഐറ്റം, ഒരു വെഡിങ്ങിന് വേണ്ട A to Z ഐറ്റം നമുക്ക് ഇവിടെ വളരെ വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നു. അണ്ടർ ഗാർമെന്റ്സ് ഉൾപ്പെടെ എല്ലാ ഐറ്റംസ് ഹൈ ക്വാളിറ്റി ഉള്ളതും. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അതും ഹൈ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോരോ സെക്ഷൻ വൈസ് നോക്കിയാലോ. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബില്ലിംഗ് ആൻഡ് ഡെലിവറി, ആ ഒരു ബില്ലിംഗ് ഡെലിവറി ആ ഒരു സെക്ഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗം പോണേക്കാളും മുന്നേ നമുക്ക് കുറച്ച് കളക്ഷൻസ് കണ്ടിട്ട് നല്ല ബില്ലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ എന്താണ്? നമുക്ക് കുർത്തീസ് ആണ് വരുന്നത്. ഫ്ലെയറിലാണെങ്കിലും ഫാൻസി ആണെങ്കിലും കുർത്തീസ് ആണ് വരുന്നത്. ഈ ഒരു സെക്ഷൻ മൊത്തം വരുന്നത് അല്ലേ? ഇത് ഇവിടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ എത്ര വരുന്നത്? സ്റ്റാർട്ടിംഗ് നമുക്ക് 149 തൊട്ട് കുർത്തീസ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിൽ തന്നെ വെറൈറ്റീസ് ഓർഗൻസ് വരുന്നുണ്ട്. ഓർഗൻസയിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ 149. ഇത് വരുന്നത് 399 ഒക്കെ വരുന്നുള്ളൂ. ഓക്കെ, 399 അതും ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതൊക്കെ പിന്നെ വരുന്നത് റിങ്കിൾഡ് പാറ്റേൺ 399. ഇത് റീറ്റെയിൽ ആണ് കേട്ടോ. ഇഷ്ടപ്പെടാണെങ്കിൽ ഇപ്പൊ തന്നെ കൈയോടെ കൊണ്ടുപോക്കോട്ടോ അല്ലേ? അതും എല്ലാ സൈസസ് അവൈലബിൾ ആണ്. അതെ, മീഡിയം ടു XXL, XXL, നമുക്ക് 5XL വരെ കുർത്തീസിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതിലത്തെ കുറച്ച് കളക്ഷൻസ് നമുക്ക് ജസ്റ്റ് കാണിച്ച് പോവാന്ന് മാത്രമേ ഉള്ളൂ. റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതിന് തന്നെ ഇപ്പൊ 2 കളർ ഉണ്ട് അല്ലേ? ഉണ്ട്, 2-3 കളേഴ്സ് ഡിഫറെന്റ് ഉണ്ട്. അതേപോലെ തന്നെ സൈസും നമുക്ക് ഓരോ സൈസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് സിംഗിൾ കുർത്തീസ് മാത്രം, അത് കൂടാണ്ട് 3 പീസ് 2 പീസ് എല്ലാം ഉണ്ട്. ഇപ്പൊ ഈ കാണുന്നത് ഏരിയ മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഉള്ളിലേക്കും അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ പോവാം. അങ്ങോട്ട് ഇതാ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വരൂ. അപ്പൊ ആ കാണുന്നത് മാത്രമല്ല, ഇത് കൂടാണ്ട് ഇവിടെ മൊത്തം കാണുന്നത് കുർത്തീസ് തന്നെയാണ് കേട്ടോ. ഇതും നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 149. അത് ഡിപ്പെൻസ് ആയിരിക്കും, കാരണം എപ്പോഴും റേറ്റ് മാറിക്കൊണ്ടിരിക്കും. പുതിയ കളക്ഷൻസ് വരുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും അല്ലേ? 2-3 കളക്ഷൻസ് ഒന്ന് കാണിച്ചാലോ. ഇതാ വെറൈറ്റികൾ, ജാസ് ഫാബ്രിക്സ്, അടിപൊളി പേരാണല്ലോ അല്ലേ? വർക്കുള്ളതും വർക്ക് ഇല്ലാത്തത്, സിമ്പിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു കളക്ഷൻ കണ്ടു, അത് ഓരോരോ സൈസ് വൈസ് നിങ്ങൾ അറേഞ്ച് ചെയ്തേക്കുവാണ്. ഞാൻ അതെന്താ കാരണം വെച്ചാൽ ഇവിടെ XL എഴുതിയിട്ടുണ്ട്. ടോപ്പിലാണ് എനിക്ക് ഓടിയത്. ഇതപ്പോ XL സൈസിന്റെ മാത്രമായിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ കൂടുതൽ അഴിച്ചിൽ വേണ്ട, നമുക്ക് XL, അതെ ലാർജ് ആണെങ്കിൽ ലാർജിന്റെ സൈസിന്റെ ഒരു സെക്ഷൻ ആണ്. പിന്നെ അതുപോലെ ആലിയ കട്ട് മോഡലുണ്ട്. ഇപ്പുറത്തെ സൈഡ് നല്ലൊരു വർക്കുള്ളത് കണ്ടു കേട്ടോ, അതൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്.
ഇതാ നല്ലൊരു വർക്കുള്ളത് അടിപൊളിയായിട്ടുള്ള ഇത് സൈസ് വരുന്നത് XXL സൈസ് ഉണ്ട് അല്ലേ? ഫാൻസി ആണ്, ബീഡ്സ് ത്രെഡ് വർക്ക് വരുന്ന ഐറ്റം. ഇഷ്ടപ്പെടാണെങ്കിൽ അപ്പൊ തന്നെ എടുക്കാം. നല്ല വെറൈറ്റി, അതും നോക്കിയ ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇത് ഫുൾ ഹൈ ക്വാളിറ്റിയിൽ വരുന്നത് അല്ലേ? അതെ, കളേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു പേസ്റ്റൽ ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ്, ആ ഒരു പാറ്റേൺ, ആ ഒരു പാറ്റേണിലാണ് വരുന്നതാ. ഇതൊക്കെ ആ ഒരു മോഡലിൽ വരുന്ന അടുത്ത കളക്ഷൻസ്. ഇതൊക്കെ XXL സൈസിൽ വരുന്നതാണ് കേട്ടോ. റേറ്റ് നിങ്ങൾ തന്നെ നേരിട്ട് വന്നിട്ട് ചോദിച്ചാൽ മതിട്ടോ. പിന്നെ ഓൺലൈൻ ഫെസിലിറ്റീസും ഉണ്ട്. അതെയോ? ഫ്രോക്ക് വേണ്ടോ? ഇഷ്ടപ്പെട്ടാ? എന്നിട്ട് ഫ്രോക്ക് ഇഷ്ടമായി. അതെ, കസ്റ്റമർ അല്ലേ? അതെ. എങ്ങനെ ഇവിടെ കളക്ഷൻസ് സ്ഥിരം വരാറുണ്ട്? ഞങ്ങൾ വരാറുണ്ട്, ഡ്രസ്സ് എടുക്കാറുണ്ട്. നല്ലത് തന്നെ, നല്ല അഭിപ്രായമാണ്. മറ്റുള്ള കടകളിലേക്കാളും മെച്ചമാണ്. റേറ്റ് വൈസും മെച്ചമാണ്, അതുപോലെ ക്വാളിറ്റി വൈസോ എല്ലാം നല്ലത് തന്നെ. ആർക്കാ എടുക്കാൻ വന്നപ്പോ? എന്റെ മോൾക്ക് ബർത്ത്ഡേ ആണ് നാളെ, അപ്പൊ അതിന് വേണ്ടിട്ട് മോള് നീരജ എന്നാണ് പേര്. ഒരു ഹാപ്പി ബർത്ത്ഡേ എല്ലാരും കൂടി പറയണം കേട്ടോ മോൾക്ക്. ഹാപ്പി ബർത്ത്ഡേ മോളു. എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ മോൾക്ക് ബർത്ത്ഡേക്ക് ഡ്രസ് എടുക്കാൻ വന്നതാണ്. സിംഗിൾ, അതെ, സിംഗിൾ പീസ്. ഇവിടെ കുട്ടികളുടെ വരെ നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഞാൻ ഇവിടുന്ന് കണ്ടപ്പോൾ തന്നെ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ. അതെ, എല്ലാം നല്ല സെലക്ഷൻ ആണ്. സാരി ആണെങ്കിലും എല്ലാം നല്ല റേറ്റ് കുറവാണ്. നിങ്ങൾ ഇവിടെ അടുത്താണോ വീട്? അതെ, ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഈ ഒരു പൊസിഷൻ ഇവിടെ അടുത്തന്നെ? അതെ, കലക്ടർ റോഡ് എന്ന് പറയും. അതെ, ഈ റോഡിനാ? അതെ, ഈ ജാസിന്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്. ആദ്യം ചെന്നൈ സിൽക്കൊക്കെയാണ് പോകാൻ നോക്കിയത്, പക്ഷെ നമുക്ക് ഇവിടെ നല്ലൊരു കട വന്നപ്പോൾ ഇപ്പൊ അങ്ങോട്ടൊന്നും യാത്ര കുറവാണ്. പിന്നെ മോളുടെ കാര്യത്തിലാണെങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല, എല്ലാം കൊണ്ടും നല്ല സെലക്ഷൻ ആണ്. കിഡ്സിന്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് തന്നെ ഇഷ്ടപ്പെടും. അത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഫുൾ കളക്ഷൻസ് വെച്ചിരിക്കുന്നത്. അത് കിഡ്സിന്റെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. പിന്നെ ഇത് കൂടാണ്ട് ഇവിടെ ബെഡ്ഷീറ്റും കിട്ടുന്നുണ്ട്. ബെഡ്ഷീറ്റ് നോക്കിയാ റെഡി ആക്കിയാ നിങ്ങളുടെ? ഇതാണോ ബർത്ത്ഡേ ഡ്രസ്സ്? ഇപ്പൊ തന്നെ കാണിക്കണ്ട, അല്ലെങ്കിൽ ഞാൻ വിഷമിക്കും. കുഴപ്പമില്ല. ബർത്ത്ഡേക്ക് 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ഇട്ടിട്ടുണ്ട്. കുത്തി മറയട്ട കുട്ടിയില്ലേ. അപ്പൊ നമുക്ക് അടുത്ത കളക്ഷൻസിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫുൾ കുർത്തീസിന്റെ സെക്ഷൻ ആണ് അല്ലേ? അപ്പൊ എല്ലാതും കാണിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ വീഡിയോ കോൾ കാണണമെങ്കിൽ കാണാം, നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാം. ഇനി അടുത്ത ഒരു കളക്ഷനിലേക്ക് പോവാം. അടുത്തത് വരുന്നത് ക്രോപ്പ് ടോപ്പ്, ഷോർട്ട് ടോപ്പ്, വെസ്റ്റേൺ ടോപ്പ്, ആ ഒരു പാറ്റേൺ ആണ്. കുറച്ച് വെസ്റ്റേണിലേക്ക് കടന്നു കേട്ടോ. നമ്മളിപ്പോൾ കുർത്തീസ് ആണ് ഫസ്റ്റ് കണ്ടത്. ഇനി ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബോട്ടം വെയർസ്, അതിൽ കൊറിയൻ ടോപ്സും വരുന്നുണ്ട്, ബോട്ടം വെയർസ് എല്ലാ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? പുതിയ അപ്ഡേറ്റഡ് മോഡൽസ് ആണ് നമുക്ക്. ഇത് പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻ ആണല്ലേ? അതെ, കൊറിയൻ, ഇപ്പൊ എല്ലായിടത്തും കൊറിയൻ ബാഗി, കൊറിയൻ പാന്റ്, ആ ഒരു പാറ്റേൺ വന്നത്. ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് അപ്ഡേറ്റ് വന്നേക്കണ ഐറ്റമാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇപ്പൊ ലേറ്റസ്റ്റ് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും അല്ലെ? ഇത് കൂടാണ്ട് ഇതിന്റെ മുകളിലേക്കുള്ള ആവശ്യത്തിനുള്ള ടോപ്സും ഇവിടെ ഉണ്ട് അല്ലെ? ടോപ്പിന്റെ വെറൈറ്റികൾ കണ്ടോ? ഇത് ടോപ്സ് ഒക്കെ വരുമ്പോ കൊറിയനിലെ എങ്ങനെയാ റേറ്റിംഗ് വരുന്നത്? സ്റ്റാർട്ടിംഗ് റേറ്റ് 179 മുതൽ നമുക്ക് കൊറിയൻ ടോപ്സ് അവൈലബിൾ. ഇപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, കൊറിയൻ ടോപ്സ് നോക്കുകയാണെങ്കിൽ ഇതാ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് ഫുൾ നമുക്ക് ടോപ്പുകളാണ്. ജീൻസിനോ സ്കേർട്ടിനോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 179. നമ്മൾ പിന്നെ എല്ലാത്തിനും റേറ്റ് എടുത്ത് പറയുന്നില്ല കേട്ടോ. സംഭവം റീറ്റെയിൽ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും, പുതിയ പുതിയ കളക്ഷൻസ് വരും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ റേറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് പാന്റിന്റെ സെക്ഷനിലൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് റേറ്റ്? ജീൻസ് നമുക്ക് ഒരു 300 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ജീൻസിന് മാത്രം. ഇത് വേറെ, ഇത് ബാഗി കളക്ഷൻ ആണ്. അത് ജീൻസിന്റെ ഒപ്പം തന്നെ വരുന്നതാണ്. ഈ ബോട്ടം എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാഗി, മോം ഫിറ്റ്, 3 ബട്ടൺ, 2 ബട്ടൺ, അങ്ങനെ എല്ലാ വെറൈറ്റിയും ഉണ്ട്. അപ്പൊ പറയണേക്കാളും നല്ലത് വരുന്ന 2 ഒന്ന് എടുത്ത് കാണിച്ചാലോ നമുക്ക്? ഇതൊക്കെ ജീൻസിന്റെ വരുന്ന കളക്ഷൻസിൽ ഇതാ ഇവിടെ കുറെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരു 2 3 നമുക്ക് എടുത്ത് കാണാം. വെറൈറ്റികൾ ഉണ്ടെന്നല്ലേ, ഇഷ്ടം പോലെ. കളേഴ്സും ഉണ്ട്. കളറുണ്ട്, ഡെനിമും ഉണ്ട്. അതുപോലെ ഇത് 399 സ്റ്റാർട്ടിംഗ് റേഞ്ച് അല്ലേ ജീൻസിൽ കേട്ടോ. ഇത് പോക്കറ്റ് ഒരു വ്യത്യസ്തമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാ ഇതിൽ ഡിഫറെന്റ് കളർ വരുന്നത്. അത് സൈസസ് ഒക്കെ എങ്ങനെ വരും? ഇതിന്റെ സൈസ് 20, ലേഡീസിന്റെ 28 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 40 വരെ നമുക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ? അതിൽ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ജീൻസിൽ പെടുന്ന കളക്ഷൻ. അതുപോലെ കളേഴ്സ് കണ്ടോ? ഇതാ ബ്ലാക്ക് ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്, അതുപോലെ മെറൂൺ, ബേജ് കളർ, അങ്ങനെ കളേഴ്സും ഉണ്ട്. ഇത് ഏത് മോഡലാ? ബാഗി. ഇത് ബാഗിൽ ലൈറ്റ് ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. അപ്പോൾ കളക്ഷൻസ് ഉണ്ട്, നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ആ കൊറിയൻ പാൻറ്റൊക്കെയാണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇതെന്താ കുറേ ചുരുട്ടി കൂട്ടി വെച്ചിരിക്കണേ? അതെ, ഷോള് നമുക്ക് എല്ലാ കളേഴ്സും. ഇപ്പൊ പുതിയ വന്നത് ഇതേപോലെ ബനാറസി
ഓ ഷെയ്ഡ് വരുന്നത്. ബനാറസി ദുപ്പട്ട സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. അപ്പൊ ദുപ്പട്ടയിലൊക്കെ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ എങ്ങനെയാ? നമുക്ക് 79 തൊട്ട് 79 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ദുപ്പട്ടയില്. വാവ്. അപ്പൊ ദുപ്പട്ടയില് ഷിഫോൺ ഉണ്ട്, ബനാറസിയിൽ ഇത്ര കളേഴ്സ് ഉണ്ട്, സെയിം ഇതിൽ വരുന്ന ഇത്ര കളർ ഷെയ്ഡ്സ് ഉണ്ട്. അത് കൂടാണ്ട് ഇതൊക്കെ നമുക്ക് ദുപ്പട്ടയില് അതേപോലെ പ്രോഗ്രാം, വെഡിങ് പ്രോഗ്രാമിന് രംഗോലി, ഹൽദി, അങ്ങനെ പുതിയ പുതിയ ഓരോ പ്രോഗ്രാം ഉണ്ടല്ലോ, അതിന് പറ്റിയ ഷോളുകൾ നമുക്കുണ്ട്. ഇതൊന്നും എടുത്ത് കാണിക്കോ? ഇത് നന്നായിട്ടുണ്ടോ? ഇത് ഏതാ മോഡല്? കലംകാരി മൾട്ടി ഷെയ്ഡ്. ഇത് വരുന്നത് ജൂട്ട് സിൽക്കിലാണ് വരുന്നത്. അപ്പൊ ഇതിലും കളേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ കയ്യിലെടുത്തത് മാത്രമേ. ഇതിന് ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇതിലൊക്കെ കളേഴ്സ് ആണ് ഇരിക്കുന്നത്. ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ടയാണെന്ന് കണ്ടാരും പറയില്ല, ഭംഗിയുണ്ട്. അപ്പൊ ദുപ്പട്ട ഇത് കൂടാണ്ട് ഇപ്പുറത്തെ സൈഡും ഉണ്ട് അല്ലേ? ഇതൊക്കെ ദുപ്പട്ടയാണ്. സ്റ്റോള്, സ്കാർഫ്, ആ ഒരു സെക്ഷനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോ ആ ഒരു സെക്ഷനിൽ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ബാന്തിനിയില്. ഇത് നമുക്ക് ഇപ്പൊ പ്രോഗ്രാമിന് പോണത് കൂടുതൽ ഇങ്ങനെ രംഗോലി പ്രോഗ്രാം അങ്ങനെയൊക്കെ പോകുന്ന ഐറ്റം ആണ് ഇത്. ഇത് മൾട്ടി കളറൊക്കെ വരുന്ന ഐറ്റം ദുപ്പട്ടയില് അല്ലേ? ഇത് റേറ്റിന്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ വന്ന് നോക്കേണ്ടി വരും. ഇതൊക്കെ 149 ആ ഒരു റേഞ്ച് വരുള്ളൂ. സ്റ്റാർട്ടിങ് വരുന്നത് 79 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. അപ്പൊ ദുപ്പട്ടയുടെ ഒരു സെക്ഷനാണ് ഈ കാണുന്ന സെക്ഷൻ വരുന്നത്. ഇനി അപ്പുറത്തെ സെക്ഷൻ ദുപ്പട്ട ഇവിടെ വരെ ഉണ്ടെന്ന് നോക്കിയതാണ് കേട്ടോ. ഇവിടെ വരെയാണ് നമുക്ക് ദുപ്പട്ടയും അതുപോലെ തന്നെ സ്കാർഫും വരുന്നത്. പിന്നെ ദുപ്പട്ട അത് കൂടാണ്ട് ഇനി കൊറിയൻ്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ വെറൈറ്റികൾ കാണാൻ കണ്ടു. ഇതൊക്കെ നമുക്ക് കൊറിയൻ ടോപ്സിന്റെ വെറൈറ്റീസ് ആണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇനി ആ ഒരു കൊറിയൻ്റെ കുറച്ചുകൂടി കാണിച്ചു കൊടുത്താലോ? കൊറിയൻ ടോപ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഒന്ന് എടുത്ത് കാണിക്കൂ 2-3 വെറൈറ്റികൾ. ഇത് പ്രിന്റ് വാഷ് ചെയ്ത് അങ്ങനെ പോവില്ല. അത് പിന്നെ റിങ്കിളുടെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്. ക്ലോത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്ലോത്ത് ആണ്. ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ്, ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതൊക്കെ കൊറിയനിൽ വരുന്ന അടുത്ത കളക്ഷൻസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതേപോലെ ടീഷർട്ട് ആണെങ്കിലും കൊറിയൻ പാറ്റേൺ ആണ്, വെറൈറ്റികളുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടു എനിക്ക്. കൊറിയനിൽ തന്നെ ഇപ്പോൾ നമുക്ക് സൈസസ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇതിൽ തന്നെ എത്ര പീസ് വേണമെങ്കിലും അത്ര പീസ് കിട്ടും. ഇനിയിപ്പോൾ ഒരുമിച്ച് സിസ്റ്റേഴ്സിന് വേണമെങ്കിൽ സിസ്റ്റേഴ്സിനും എടുക്കാം. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വേണമെങ്കിൽ ഫംഗ്ഷനും ഒരു പോലത്തെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ. ഉള്ളത് ടീനേജ് കുട്ടികൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ കൊറിയൻ കൊറിയനിലേക്കാണ്. നമ്മുടെ ഇന്ത്യനൊന്നും വേണ്ടാണ്ടായിരുന്നു. പിന്നെ ഇത് ഭയങ്കര കംഫർട്ടബിൾ മെറ്റീരിയലും കൂടിയാണല്ലോ, ഭയങ്കര കംഫർട്ടബിൾ മെറ്റീരിയൽ. അപ്പൊ ഇത് കൊറിയന്റെ, ഇതും കൊറിയനിൽ വരുന്നത് ടീഷർട്ട്. ഇവിടെ ടീഷർട്ട് പാറ്റേൺ മാത്രം വരുന്നത്. ഇനി അടുത്തൊരു സെക്ഷൻ ഇനി അങ്ങോട്ട് ഉള്ളിലേക്ക് കിടന്നല്ലോ. കാരണം ഈ കാണുന്ന മാത്രം ഏരിയ അല്ല കേട്ടോ. ഇത് കൂടാണ്ട് നമുക്ക് അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ ആയിട്ട് ആണ്. ഈ ഒരു സെക്ഷൻ മൊത്തം കേട്ടോ ഫുൾ. ഇതിന്നൊരു 2-3 ഒന്ന് എടുത്ത് കാണിക്കോ? മെയിൻ ഐറ്റം. വാവ്, കുട്ടികൾക്കൊക്കെ എന്ത് രസമല്ല, ടീനേജുകാർക്കൊക്കെ എന്തോരം വെറൈറ്റികളാണ് ഉള്ളത്. ഇതൊക്കെ വെറൈറ്റിയാണ്. ഇതിനൊക്കെ സ്റ്റാർട്ടിങ് റേഞ്ച് എത്ര വരും? ഈ നമുക്ക് ഇൻഡോ വെസ്റ്റേൺ ആ ഒരു സ്റ്റൈലിൽ വരുമ്പോൾ ഇൻഡോ വെസ്റ്റേൺ നമുക്ക് വരുമ്പോൾ ഒരു 400 എബോ മേളിലേക്കാണ് വരുന്നത്. 400. പിന്നെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റ് വരുന്നതായിരിക്കും. അതിൻ്റെ കുറച്ച് കളക്ഷൻസ് നമുക്ക് കാണിക്കാം കേട്ടോ. ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത്. ഇവിടെ ഉണ്ട് കൊറിയനിൽ വരുന്നത്. ഇനി ഇതിന്റെ അടിയിലേക്ക് ഇടാനായിട്ട് എങ്ങനെയാ? നമുക്ക് കൊറിയൻ പാൻസ് ആണ് ചൂസ് ചെയ്യാറ് കൂടുതൽ പോകുന്നത്. മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് അതാണ് കൊറിയൻ പാൻസ് ആണ്. ഓക്കെ. ഇത് സിമ്പിൾ ആയിട്ട് സ്ലീവ്ലെസ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ബോഡിക്കോൺ എന്ന് പറഞ്ഞ സംഭവം. കൊറിയനിൽ തന്നെ വെറൈറ്റികളുണ്ട്. പിന്നെ ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ്, പെട്ടെന്ന് ഉണങ്ങും ചെയ്യൂലേ? അതെ. ഇനി ഇത് എന്ന് പറയുന്നത് എന്താ ഐറ്റംസാ? വെസ്റ്റേണിൽ തന്നെ ഗൗൺ, സിമ്പിൾ ഗൗൺ ആയിട്ട് ചോദിച്ചു വരുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് വരുന്നത്. ഇത്ര നേരം നമ്മൾ കണ്ടത് മൊത്തം ടോപ്പുകളായിരുന്നു. ഇത് കാണുന്നത് മൊത്തം നമുക്ക് ഫുൾ ഗൗൺ ടൈപ്പ് ആയിട്ടുള്ളത്. ലെങ്ത് ഉണ്ട് അത്യാവശ്യം. ഇത്രയ്ക്ക് ലെങ്ത് വരുന്നുണ്ട്. അതിലത്തെ ഒരുപാട് വെറൈറ്റീസ്. ഇതൊക്കെ നല്ല രസമായിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് എത്ര പറഞ്ഞ? 400 സ്റ്റാർട്ടിങ് റേറ്റ്. അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോട്ടോ റേറ്റ് ഒക്കെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് വരുന്നത് കൂടുതൽ പ്രിന്റുകൾ അങ്ങനെയാണ് കൂടുതൽ വരുന്നത്. കൂടുതൽ ഷിഫോണിലാണ് വരുന്നത് അല്ലേ? ഷിഫോൺ, റിങ്കിൾ മെറ്റീരിയൽ, അങ്ങനത്തെ മെറ്റീരിയൽസിലൊക്കെയാണ് കൂടുതൽ. ഒക്കെ ഈ ഡിജിറ്റൽ പ്രിന്റിലാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ 3 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത്. സെയിം തന്നെ വെറൈറ്റികളുണ്ട് കേട്ടോ. കൊറിയൻസിൽ തന്നെ ഇത്ര അധികം കളക്ഷൻസ്.
ഇതൊക്കെ ഒരു വെസ്റ്റേൺ ഗൗൺ ആണ് വരുന്നത്. അടി പോർഷൻ ആണ് ഇതിന്റെ കുറച്ച് വർക്ക് വ്യത്യാസം. നല്ല ഭംഗിയുള്ള ഒരു പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഈ ഒരു ഷെയ്ഡിൽ. ഓക്കെ. പിന്നെ ഇതിന്റെ കൂടെ ഒരു ബെൽറ്റും കൂടി ഉണ്ട് കേട്ടോ, നമുക്ക് കെട്ടാനായിട്ട് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ. അങ്ങനെ ആ അറ്റം വരെ ഫുൾ പോണത് സെയിം ആ ഒരു കൊറിയനിൽ തന്നെ വരുന്നതാണ് കേട്ടോ. പിന്നെ നടന്ന് കാണാനുണ്ട്. ഇതൊക്കെ നല്ല വെറൈറ്റി ആണ് കേട്ടോ. എവിടെ പോയി ഇതൊക്കെ നല്ല വെറൈറ്റി ആണ്. റിങ്കിളിൽ വരുന്നത്, അതും റിങ്കിൾ എന്ന് പറയുമ്പോൾ നോർമൽ നമ്മുടെ കോട്ട് സെറ്റ് ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കോട്ട് സെറ്റ് ആണ്. 2 പീസ് ആയിട്ട് അതും നമ്മുടെ ഇവിടുത്തെ റിങ്കിളുടെ മെറ്റീരിയൽ പോലെയല്ല, കുറച്ച് വെറൈറ്റി ആണ്. കുറച്ച് ഇമ്പോർട്ടഡ് ഫൈബ്രിക് ആണ് കേട്ടോ ഈ ഒരു ഫൈബ്രിക് വരുന്നത്. കോട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു പാൻറ്റും കൂടി ഉണ്ടാവും. അതും മെറ്റീരിയൽ ഒന്നുകൂടി ഒന്ന് സൂം ചെയ്യാം. നല്ല ടൈപ്പ് ഒരു പോപ്കോൺ മെറ്റീരിയൽ ഇതിൻ്റെ അടിയിലേക്ക് വരുന്നത്. കോട്ട് സെറ്റിൽ തന്നെ വെറൈറ്റികൾ. ഇത് കണ്ടപ്പോൾ അത് മറന്നു. കണ്ടോ, ഇതും കോട്ട് സെറ്റിൽ തന്നെയാണ്. ഓ, ഇതാകുമ്പോൾ ക്രോപ്പ് ടോപ്പ് ടൈപ്പ് അല്ലേ, കുറച്ച് മുകളിലേക്ക് ക്രോപ്പ് ആയിട്ട് വരുന്നത്. അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതാ പിന്നെ വരുന്നത് ഇതാ പോപ്കോണിൽ തന്നെ അടുത്ത മെറ്റീരിയൽ, ജസ്റ്റ് ഒരു ഷർട്ട് ടൈപ്പ് ആയിട്ട്. ഇതിൻ്റെ അടിയിൽ നമുക്ക് ആ ഒരു കൊറിയൻ പാൻറ് ഒക്കെ ഇട്ടോ. പിന്നെ ഇതേപോലെ കോട്ട് ഓവർ കോട്ട് വരുന്ന പാറ്റേൺ ഉണ്ട് അതിൽ. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല അല്ലേ? ഇല്ല, അത് ഫിക്സ്ഡ് ആണ്. പാന്റും ടോപ്പ് പാന്റ് ഇതിന്റെ കൂടെ വരുന്നുണ്ടോ? ആ ഉണ്ട്. ഇതും അതേപോലെ ഇതൊന്നും വെക്കട്ടോ, അതൊന്ന് കാണിച്ചു കൊടുക്കണല്ലോ. ഇതിന്റെ കൂടെ പാന്റും ഉണ്ടല്ലോ. അപ്പൊ 2 പീസിന്റെ സെറ്റ് ആണ് ഇത് വരുന്നത് അല്ലേ? ഓക്കെ, ഇതാ 2 പീസിന്റെ സെറ്റ്. അപ്പൊ ഇതിന്റെ അടിയിൽ പാന്റും ഉണ്ടാവും. ഇതാ ഇത് പാന്റ്, അതുപോലെ തന്നെ ഇത് അറ്റാച്ച്ഡ് ആണ്, ഇത് ജോയിന്റ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇതിന്റെ തന്നെ ഡിഫറെന്റ് ആ ഒരു ഇത് നമുക്ക് ഓവർകോട്ടായിട്ട് യൂസ് ചെയ്യാൻ, വേറെ സെപ്പറേറ്റ് മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇത് ടീഷർട്ട് ആണെങ്കിലും വേറെ ഉള്ളിൽ യൂസ് ചെയ്താൽ വേറൊരു. ഇതിപ്പോ 3 പീസ് ആണ്. ഇത് നോക്കുകയാണെങ്കിൽ 3 പീസ്. ഇത് 2 പീസ്. ഇത് ജോയിന്റ് ചെയ്തതുകൊണ്ട്, ഇത് ജോയിന്റ് ചെയ്യാത്തതുകൊണ്ട് 3 പീസ്. കാണുമ്പോൾ ഏകദേശം ലുക്കൊക്കെ സെയിം തന്നെ. അതെ, ഇതും അതുപോലെ തന്നെ കുറച്ച് ലെങ്തി ആയിട്ട് കിടക്കണ കോട്ട് സെറ്റ് ആണ്, വെസ്റ്റേണിൽ തന്നെ. ഇതെന്താ ചങ്ങലൊക്കെ ആയിട്ട് നെക്ലസ് വേണ്ട? വേണ്ട. ഇതെങ്ങനെ അറ്റാച്ച് ആണോ, എങ്ങനെയാ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുമോ? എല്ലാം സെപ്പറേറ്റഡ് ആണ്. നമുക്ക് ചിലപ്പോൾ മറ്റ് ഡ്രസ്സിന്റെ ഒപ്പം ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് ഇനി ഓവർ കോട്ട് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. അത് കൂടാണ്ട് ഈ ഒരു സംഭവം നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാവുന്ന ഒരു പൊസിഷൻ, കൊളത്തിടുന്ന ടൈപ്പാണ് കേട്ടോ. അത് കൂടാണ്ട് ഇതിൽ പാന്റ് വരുന്നുണ്ട്. ഉള്ളിൽ 3 പീസ് സെറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ? അപ്പൊ 3 ഡിഫറെന്റ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതും കോട്ട് സെറ്റ് ആണോ വരുന്നത്? അതില് ഒരു പ്രിന്റഡാ വരുന്നത്. പ്രിന്റഡ് തന്നെ. പിന്നെ തുണിയും നല്ല തുണിയാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അത്ര ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക് ഒക്കെ കൊറിയൻകാരൊക്കെ ഇറക്കി നല്ല രസമുണ്ടല്ലേ എനിക്ക് കാണുമ്പോൾ. അല്ല ചിരിവല്ലേ? അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് ഇപ്പം അങ്ങനെയാണ് എവിടെ നോക്കിയാലും കൊറിയൻ ഗേൾസ് നമ്മുടെ ഇന്ത്യനിലെ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ലാർജ് ആണ് സൈസ് വരുന്നത്. കുറച്ച് പഫ് സ്ലീവ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇതിപ്പോൾ സിംഗിൾ ആണെങ്കിൽ ഇങ്ങനെ ടോപ്പായിട്ട് അതിൻ്റെയും ഒരുപാട് സെക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് എന്താ വരുന്നത്? ഇത് ജോർജറ്റ് മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയലിലൊക്കെ വരുന്നതായിട്ട് കുറച്ച് വർക്ക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ആ കുർത്തീസിൽ വരുന്നത്. ഇത് കൂടാണ്ട് കുറച്ച് വെറൈറ്റി നമുക്ക് വലിയ മോളിൽ ഒക്കെ പോകുമ്പോൾ റേറ്റ് കൂടിയ ടൈപ്പുള്ള ഐറ്റംസ് ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും. യെസ്. അത് എവിടേക്കാണ് വരണ്ടേ? ജാസ് ഫാബ്രിക്സ്. എവിടെയാണ്? അരൂര് കെൽട്രോൺ ജംഗ്ഷന്റെ തൊട്ടടുത്ത് വരണം. അതെ, കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എടപ്പള്ളിന്ന് ഒരു 20-25 മിനിറ്റ് ഉള്ളൂ. എറണാകുളം ബോർഡർ ആണ് വരുന്നത്. അത് എറണാകുളം എടപ്പള്ളി ആലപ്പുഴ റോഡിലേക്ക് പോണ വഴിക്കാണ് ഈ ഒരു അരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ 2 ഫ്ലോർ ആണ്, വെഡിങ് സെൻറ്റർ ആണ്. മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ സാരീസിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കൊക്കെ പോണേക്കാൾ മുന്നേ സ്കിപ്പ് ചെയ്യാണ്ട് ഇത് ഫുൾ വീഡിയോ കണ്ടാലാണ് കേട്ടോ അവിടേക്ക് എത്തുള്ളൂ. ഇതൊക്കെ കൊറിയനിലെ അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത്. കാണുമ്പോൾ ഇങ്ങനെ എടുക്കാൻ തോന്നുന്നു ഓരോന്നോരോന്ന്. അപ്പോൾ റേറ്റ് ഒക്കെ നിങ്ങൾ തന്നെ നേരിട്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ മൊത്തം നമുക്ക് 3 പീസ് ആണ്. ഫാൻസി ഉണ്ട്, അതേപോലെ തന്നെ ചന്തേരി, ബദരി സിൽക്ക്, ജോർജറ്റ് വരുന്ന എല്ലാ മെറ്റീരിയലും ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഐറ്റംസും. ഓക്കെ. അപ്പോൾ ഇത് കാണുന്നത് ഇവിടുന്ന് തൊട്ട് ആ ഐറ്റം വരെ കാണുന്നത് ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ്. ഈ സെക്ഷനിൽ നിൽക്കുന്ന കുട്ടിയാണോ? ഒരെണ്ണം എടുത്ത് കാണിച്ചത് നമ്മളെ 3 പീസിൻ്റെ സ്റ്റിച്ചഡ് ആണ്. ഇത് 2 പീസാണ്. ഓക്കെ. 2 പീസിൻ്റെ കളക്ഷൻസ് ആണ് വരുന്നത്. ഇത് പിടിച്ച്
വിത്ത് പാൻറ് അടക്കം വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. ഇത് 2 പീസിന്റെ ഒക്കെ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരും? ഒരു 399 ഒക്കെ വരുന്നുണ്ട്. 399 വിട്ടിട്ട് അങ്ങോട്ട് ഒരു കളിയില്ല. എവിടെ പോയാലും 399. ഇതിൽ വരുമ്പോഴോ 3 പീസിൽ വരുമ്പോഴോ 3 പീസിൽ നമുക്ക് 399 499 ഒക്കെയാണ് റേഞ്ചിൽ വരുന്നത്. പിന്നെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും ഇത് അടിപൊളിയാണ്. കോട്ടന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് കൂടുതൽ സിമ്പിൾ ആയിട്ട് ഒരു ജയ്പൂരി കളക്ഷൻ ആണ് കേട്ടോ ഇത് വരുന്നത്. ടോപ്പ് വരുന്നത്, പാൻറ് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് വരുന്നത്. ഇതിലെ സൈസസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? എല്ലാം സൈസ് വരുന്നത്. ഒന്നുകൂടി ഒന്ന് കാണിക്കൂ. ഇതാ അടുത്ത് ഇത് 2 പീസാ 3 പീസാ? 3 പീസ് കോട്ടണിൽ അല്ലേ? ഇതാ ഇത് പിടിച്ചോ. ഇത് കോൺട്രാസ്റ്റ് ആണ്. ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ലാർജ് ആണ് സൈസ്. ഇതാ കോൺട്രാസ്റ്റ് ദുപ്പട്ട. ഇതിപ്പോൾ നമ്മൾ കയ്യിൽ കിട്ടുന്നത് എടുക്കണമെന്ന് മാത്രമല്ല കേട്ടോ. വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട്. കാരണം ഇഷ്ടംപോലെ ഇതൊക്കെ കാണിക്കാനുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇത് മൊത്തം. അപ്പോൾ ഇതൊക്കെ ഓരോന്നോരോന്നോ നിങ്ങൾ തന്നെ വന്നിട്ട് നേരിട്ട് ചേച്ചി അതെടുക്കൂ, ചേച്ചി ഇതെടുക്കൂ അങ്ങനെ പറഞ്ഞിട്ട് വന്ന് എടുക്കണം അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞേ ഏതാ എടുക്കണ്ടേന്ന് നോക്കിയിട്ട് ഷറാറ പാറ്റേൺ. ഷറാറ പാറ്റേൺ എടുക്കൂ. ഇതാ ഇത് ജോർജറ്റിലല്ലേ? ഇതാ ഫുൾ വർക്കായിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു കളക്ഷനാണ്. ഇതിൽ വീനെക്കാണ് ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഇത് XL സൈസാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ് വരുന്നത് സറാറ മോഡലാണല്ലേ? ഇതാ നന്നായി ഫ്ലയറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ദുപ്പട്ട 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ ഇത് വരുന്നത്. വെഡിങ്ങിനാണെങ്കിൽ കൂടുതൽ ഈ ഒരു പാറ്റേൺ ആണ് കൂടുതൽ മൂവിങ് ആയിട്ടുള്ളത്. പിന്നെ ഇത് ആദ്യം റേറ്റ് ഒന്നുമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. റേറ്റ് ഞാൻ അറിഞ്ഞു, അപ്പോൾ ഞാൻ മേടിച്ച് വെച്ചു. റേറ്റ് ഞാൻ കണ്ടു ഇവിടെ. അപ്പോൾ ഇത് എനിക്ക് കാരണം റേറ്റ് കുറവാണല്ലോ. അപ്പോൾ ഇത് എനിക്ക്. അപ്പോൾ ഇനി അടുത്തേക്ക് കിടക്കാം. ഫുൾ അൺസ്റ്റിച്ച് അല്ല, ഇത് റെഡിമെയ്ഡ് ആണ് അല്ലേ? അപ്പോൾ അൺസ്റ്റിച്ചഡ് ഏത് ഭാഗത്തായിരിക്കണത്? ഇവിടെയാണ് മെറ്റീരിയൽസ്. അപ്പോൾ ഇവിടെയും ഉണ്ട് കേട്ടോ നമുക്ക് സ്റ്റിച്ചഡ് ആയിട്ടുള്ള. ഇതൊക്കെ 2 പീസാണോ 3 പീസാണോ വരുന്നത്? 3 പീസാണ് വരുന്നത്. 3 പീസിൽ കേട്ടോ. കോട്ടണിലാണെങ്കിലും ഇത് കോട്ടണിൽ വരുന്നതാണ്. ഇത് വിചിത്ര സിൽക്കിൽ വരുന്നതാണ്. 3 പീസിൻ്റെ കോൺസെപ്റ്റിൽ വരുന്നത്. ഇത് ഈ ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇതാ ബ്ലാക്കിൽ വെറൈറ്റീസ്. പിന്നെ ഇതും വിചിത്ര സിൽക്കിൽ തന്നെയാണ്. ക്രോസ് സ്റ്റിച്ച് ആ ഒരു പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ 2 കളേഴ്സ് വരുന്നുണ്ട്. ഈ 2 കളറും ഇതിൽ വരുന്നുണ്ട്. കളേഴ്സ് ഇതിലൊക്കെ കളേഴ്സ് വരുന്നുണ്ട്. ഇനി എന്താണ് ഇത് പുതിയൊരു വെറൈറ്റി ആണ്. ഇതിൽ കൈക്ക് നന്നായി വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? മാത്രമല്ല പേൾ ബീഡ്സ് ആണ് വരുന്നത് കൂടുതൽ. അതെ ഇതാ ഇത് എങ്ങനെ ഇട്ടാൽ XL ആണ് സൈസ് വരുന്നത് അല്ലേ? ഇതിൽ സെയിം കളറിൻ്റെ പാൻറ്റ് ഇതാ ഇങ്ങനെ ഇട്ടാലേ അറിയുള്ളൂ. ടോപ്പ് ബോട്ടത്തിൻ്റെ അടിയിലും വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം വർക്ക് തന്നെ നമുക്ക് താഴത്തെ ഒരു പോർഷനിലും വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വരുന്ന ദുപ്പട്ട ടെസൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ലൈറ്റ് ഷെയ്ഡ്, പേസ്റ്റൽ ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ഓറഞ്ച് കളർ എടുക്കും. ആ മുള്ളു അതിലെന്തോ ത്രെഡ് വർക്കൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നല്ല ഒരു പീച്ച് കളറിലല്ലേ? കുറച്ച് ഹെവി വർക്കാണ് ഇത്. കണ്ടപ്പോൾ നല്ല ഒരു ചിക്കൻ കറി ലുക്ക് തോന്നി. ഇത് ഷിഫോണിലാണ് കേട്ടോ വരുന്നത്. ഷിഫോണിൽ ജോർജറ്റിൽ ഇതുപോലെ ഫുൾ ചിക്കൻ കറി വർക്ക്. അതിൽ പേളുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ടയിലും ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ. ഫുൾ ഹെവി വർക്ക് അല്ലേ? പാർട്ടി വെയർ ഇതാ. ഇതിന് കൂടെ പാൻറ്റിൻ്റെ താഴത്തും ഇങ്ങനെ ഒരു പോർഷനിൽ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതെന്ത് സംഭവം? പാർട്ടി വെയർ കോട്ട് സെറ്റാണ് വരുന്നത്. കോട്ട് സെറ്റ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ? കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പാർട്ടി വെയറിലും കോട്ട് സെറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പുറത്ത് നിൽക്കേണ്ടതായിരുന്നു, തെറ്റിപ്പുറത്ത് വന്ന് നിൽക്കാന്ന്. ഇതാ ഇത് കാണുമ്പോൾ അത്ര ഹെവി ആണെങ്കിലും പക്ഷെ ഉടുക്കുമ്പോൾ അത്ര ഹെവി അല്ല, ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് സ്കേർട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അത് കൂടാണ്ട് കോട്ട് സെറ്റ് ഇത് ഇവിടെ വെക്കാം. ഇത് കൂടാണ്ട് ഇതെങ്ങനെയായിരിക്കും പോയി അല്ല എനിക്ക്. പിന്നെ ഇതാ പിന്നെ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഇത് കൂടാണ്ട് നമുക്ക് ഇനി അടുത്തൊരു ഫംഗ്ഷൻ വരുമ്പോൾ ഷ്രഗ് വേണമെങ്കിൽ ഷ്രഗ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഷ്രഗ് 4 പീസാണ് വരുന്നത് അല്ലേ? ഇതാ ഇവിടേക്ക് പിടിച്ചോ. ഇതാ ഇങ്ങനെ ഷ്രഗ് ആയിട്ടും വരുന്നുണ്ട്. ഇത് കൂടാണ്ട് ദുപ്പട്ട വേണമെങ്കിൽ ദുപ്പട്ട അല്ലേ? ദുപ്പട്ടയുടെ ആവശ്യമില്ല. അല്ല ദുപ്പട്ട വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഷ്രഗ് അങ്ങനെ ഏത് മോഡൽ വേണമെങ്കിലും ഇടാം. പക്ഷെ ഇത് 4 പീസിൻ്റെ ഒരു സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ. വെഡ്ഡിങ് ആവശ്യത്തിനൊക്കെ ആയിട്ടുള്ളത്.
അപ്പോൾ ഗൗൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ അല്ലേ? അതെല്ലാം നമുക്ക് മുകളിലത്തെ ഫ്ലോറിലാണ് വരുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ചുരിദാർ മെറ്റീരിയൽ. ഈ ചുരിദാർ മെറ്റീരിയൽ ഒക്കെ അൺസ്റ്റിച്ചഡ് ആണ്. ഈ അൺസ്റ്റിച്ചഡ് ചുരിദാർ മെറ്റീരിയൽ ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ ഒരു 399 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. അപ്പോൾ ഒരു 500 രൂപ പിടിച്ച് വന്നോ അല്ലേ? 399 സ്റ്റാർട്ടിംഗ് റേറ്റ്. ഇതാ ഇത് അൺസ്റ്റിച്ചഡ് ആണ് വരുന്നത്. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ സിൽക്ക് മെറ്റീരിയലാണ്. ഫാൻസി ആണ് ട്ടോ. അത്യാവശ്യം നമുക്ക് എല്ലാ ഒരു മാരേജിനാണെങ്കിലും നോർമൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. വിത്ത് ദുപ്പട്ടയല്ലേ വരണേ? ദുപ്പട്ട നെറ്റിൻ്റെ ആണ് കേട്ടോ. ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ സെയിം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫംഗ്ഷൻ വരാണ്, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ ഇതാ സെയിം ഇതുപോലെ തന്നെ 3-4 പീസ് ഉണ്ട് അല്ലേ? കളർ കോഡൊക്കെ ബേസ് ചെയ്ത് വരുവാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു കല്യാണമോ അല്ലെങ്കിൽ വല്ല ടീച്ചേഴ്സിന് ഇടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസ് ആവശ്യത്തിനോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഒരു കളർ കോഡാണെങ്കിലും അതിൻ്റെ തന്നെ കളർ ചേഞ്ച് വരുന്നുണ്ട്. ഇതാ ഇതൊക്കെ അതിൻ്റെ കളർ കോഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ കളേഴ്സ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതും ഒരേ സെയിം പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പാറ്റേൺസ് ഒരുപാട് ഇത് കിട്ടുന്നുണ്ടെന്ന് അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് ഫുൾ അൺസ്റ്റിച്ചഡ് ആണ്. 399 ആണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത്. പിന്നെ ഈ അടിയിൽ എന്താ? ഇത് പട്ടിയാല, പലാസോ, ബോട്ടം വെയർ. ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. അങ്ങനത്തെ ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ സൈഡും ഉണ്ട്. അപ്പോൾ ഇത് ഒന്നും കാണിക്കില്ല, കാരണം ഡെയിലി വെയറിൻ്റെ നമുക്ക് ഉള്ള ഒരു കളക്ഷൻസ് ആണ്. ഈ ഒരു സെക്ഷൻ എന്താ? മെറ്റീരിയൽസ് അൺസ്റ്റിച്ചഡ് ആണ്. എടുക്കൂ. ഇതാ ഇതൊക്കെ വിചിത്രയിൽ വരുന്നത് അല്ലേ? വിചിത്രയിൽ ഇത് യോക്കിൽ വർക്ക് വരുന്നത്. ഇത് യോക്കിൽ വർക്ക് വന്നിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങോട്ട് കയറി നിന്നോ നല്ല നന്നാവുള്ളൂ. നമുക്ക് തന്നെ അകത്തേക്ക് പോയിട്ട് ഓരോന്നും എടുക്കാം, ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുള്ളത്. ഇതാ ഈ ബ്ലൂ ഒക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. സെയിം കണ്ട എൻ്റെ പൊന്നെ, ഞങ്ങൾ രണ്ടുപേരും എടുത്തത് സെയിം തന്നെ. കളർ ചേഞ്ച് ആണെന്ന് മാത്രം വരുമ്പോൾ ലിനൻ ക്ലോത്തിൽ ഡിജിറ്റൽ പ്രിന്റാണ് വരുന്നത്. ഇത് നമുക്ക് ഒരു കോട്ടൺ തന്നെ, സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത്. ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഈ യോക്കിൽ വരുന്ന വർക്ക്. അതേപോലെ ഇത് ലിനനിൽ വരുന്നത് അല്ലേ? ദുപ്പട്ട ഇതുപോലെ ബോട്ടം, അങ്ങനെയാണ് ഇതിൻ്റെ കളക്ഷൻസ് വരുന്നത്. ഇനി അടുത്തത് പിന്നെ ചന്തേരി സിൽക്ക്. ചന്തേരി സിൽക്ക് പ്യുവറിൽ. അതെ, അതും ഹാൻഡ് വർക്കാണ് വരുന്നത്. കുറച്ച് ഹെവി ആണ് കേട്ടോ. പ്യുവറിൽ വരുന്ന ചന്തേരിയിൽ ഇതിൽ ടോപ്പ് ബോട്ടം വരുമ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, സെയിം തന്നെയാണ്. ഞാൻ ആ പിങ്ക് കണ്ടപ്പോഴേ അതിന് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്. പ്യുവർ ചന്തേരിയിൽ വരുന്ന ഐറ്റംസ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ പ്യുവറിൽ വരുന്ന ഐറ്റംസ് അല്ലേ? അതെ അതെ. ചന്തേരി വരുന്നുണ്ട്. പിന്നെ ഏതൊക്കെ മെറ്റീരിയൽസ്? പിന്നെ നമുക്ക് ജൂട്ട് സിൽക്ക് വരുന്നുണ്ട്, കോട്ടൺ ടസർ, ബദരി സിൽക്ക്, അങ്ങനെ. ഇതാ ഇത് ചന്തേരിയിൽ തന്നെ വരുന്നതാണ് കേട്ടോ. ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട അടക്കം വരുന്ന കളക്ഷൻസ് ആണ്. നോക്കുകയാണെങ്കിൽ എല്ലാം എടുക്കേണ്ടി വരും, അതുകൊണ്ട് വെറൈറ്റികൾ എടുക്കണം. പിന്നെ വൈറ്റ് ആവശ്യമുള്ളവർക്ക് വൈറ്റും ഉണ്ട്. വൈറ്റ് ഇതാ അതിൽ ഫുൾ സ്വീക്വൻസ് വർക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഫുൾ അതും സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയലാണ്. വിത്ത് ദുപ്പട്ട എടുക്കാണ് വരുന്നത്. ഇതാണ് ദുപ്പട്ട. ഈ കാണുന്നതൊക്കെ സ്വീക്വൻസ് ആണ് കേട്ടോ. ചെറിയ ചെറിയ സ്വീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത്. അതും 0.5 mm സ്വീക്വൻസ് വർക്ക്, അങ്ങനെ ഹാർഷ് ആവാത്ത രീതിയിലുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇതിൽ കളർ ചേഞ്ച് പേസ്റ്റൽ ഷെയ്ഡ്. ഇതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ചാണ്. വൈറ്റ് ആകുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് ഞാൻ വൈറ്റ് എടുത്ത് കാണിച്ചു. പ്രത്യേകത ഭംഗിയല്ലേ, അതല്ല ഞാൻ വേഗം വൈറ്റ് എടുത്ത് കാണിച്ചത്. ഇത് അതേപോലെ തന്നെ ത്രെഡ് വർക്ക്, ഫുള്ള് ത്രെഡ് വർക്കാണ് വരുന്നത്. അതായത് ഫുൾ ഇതൊക്കെ ആ ത്രെഡ് വർക്ക്. ഇത് ഹാൻഡ് വർക്ക് പോലെയാണ് ചെയ്തിരിക്കുന്നത്, മെഷീൻ വർക്ക് അല്ല, ഹാൻഡ് വർക്കാണ്. വുള്ളൻ്റെ മെറ്റീരിയലുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ. ഇതിൽ വരുന്ന ദുപ്പട്ട മൾട്ടി പ്രിന്റഡ്. ഇതാ കളറും നന്നായിട്ടുണ്ട്. ഒരു സിമ്പിൾ സെറ്റൽ ആയിട്ടുള്ള കളേഴ്സാണ്. അതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നോക്കുകയാണെങ്കിൽ ഫുള്ള് പിന്നെ ഓർഗൻസ. ഇത് ഓർഗൻസയെന്ന് തോന്നുന്നു ഈ മെറ്റീരിയൽ. ഇത് ചന്തേരിയ വരുന്നത്. അല്ല, മുകളിൽ നമുക്ക് വരുന്നത് ഇത് അത് ഓർഗൻസ. ഇത് ഈ ഒരു കളറ്. അയ്യോ ഹൈറ്റ് ഇല്ലല്ലോ. പിടിച്ചോ, ഏതാണെങ്കിലും എടുത്തോ, ഏതോടെ ഒക്കെ സ്റ്റിച്ചഡ്. അപ്പോൾ ഇതൊക്കെ ഫുൾ ഓർഗൻസിൽ. ഇത് ഓർഗൻസ അല്ല കേട്ടോ, ചന്തേരിയിലാണ്. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് ഓർഗൻസ പോലെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. ചന്തേരിയിൽ ഫുൾ ഇങ്ങനെ വലിയ വലിയ പ്രിന്റൊക്കെ വന്നിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. പിന്നെ വരുന്നത് ദുപ്പട്ട. ദുപ്പട്ടയിലും ഇങ്ങനെ
ആ ഒരു ഫ്ലോറലിൻ്റെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം എടുക്കുകയാണെങ്കിൽ എടുക്കാൻ പോസിബിൾ അല്ല. അപ്പോൾ നേരിട്ട് വരണമെങ്കിൽ നമുക്ക് അരൂര് വന്നാൽ മതി, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ടായാലും മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുടെ കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷൻ. ഫുൾ റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? എത്ര ഒന്നുകൂടി? 59 ആ 59 രൂപ തൊട്ടാണ് അതെന്ന് പറയണത്. സ്റ്റാർട്ടിങ് റേറ്റാണ് പറയണത്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഡിപ്പെൻഡാണ്. ഒരു ഇപ്പം നാളെ വരുന്നത് ചിലപ്പോൾ റേറ്റ് കൂടിയായിട്ടായിരിക്കും, ചിലപ്പോൾ റേറ്റ് കുറയും, അത് ഡിപ്പെൻഡാണ്. അതുകൊണ്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു സൈഡിൽ 2x1 അല്ലേ? ഇത് 2x1 മുകളിൽ 2x1 2x2 മുകളിൽ. ആ ഇത് 2x1 സെക്കൻഡ് സെക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ ഒരു സെക്ഷനാണ്. അതുകൂടാണ്ട് ലൈനിങ് ആണ് ഈ കാണുന്നത് മൊത്തം അല്ലേ? ഈ കാണുന്നത് മൊത്തം ലൈനിങ്ങിൻ്റെ ഒരു കുന്നുണ്ട് കേട്ടോ. അതെ ആ അറ്റം വരെ കാണുന്നത് മൊത്തം ലൈനിങ്സ് ആണ് കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ മീറ്റർ വൈസ് ഒക്കെ നമുക്ക് 1/2 മീറ്റർ 2 മീറ്റർ 1 മീറ്റർ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാൻ പറ്റില്ലേ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇതൊക്കെ ലൈനിങ് പ്ലെയിനിലാണ് വരുന്നത്. ഇനി കുറച്ച് ബുട്ടിക്കായിട്ടുള്ള രീതിയിൽ വരാണെങ്കിൽ വായോ നമ്മുടെ കടയാണ്. അതെ നമ്മുടെ സ്വന്തം, പേടിക്കേണ്ട ആവശ്യമില്ല, മുതലാളി കേൾക്കണ്ട, ഓടിപ്പിക്കും. ഇതൊക്കെ ഫുൾ നമുക്ക് ഗൗൺസ് ലെഹങ്കാസ് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഏത് കളറാണ്? പേസ്റ്റലുണ്ട്, ഡാർക്ക് ഉണ്ട്, അങ്ങനെ വെറൈറ്റികൾ. ഇതേ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് ഫുള്ള് അല്ലേ? ഓക്കെ എത്ര വേണമെങ്കിലും അങ്ങനെ മുറിച്ചെടുക്കാം. അതെ നമ്മുടെ ഇഷ്ടം. കാരണം ഇത് റീറ്റെയിലാണ്. ഇനി നമുക്ക് കല്യാണ പെണ്ണ് വരാണെങ്കിൽ അവർക്ക് ഗൗൺ തയ്ക്കുക സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൂടുതൽ മോഡൽസ് കണ്ടുവരുന്നവരുണ്ട്. ഫോട്ടോ കാണിച്ചിട്ട് ഈ മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് അതേപോലെ എങ്ങനെയായിരിക്കും നമ്മളോട് തന്നെ ഓപ്ഷൻ ചോദിക്കണവരുണ്ട്. ബെറ്റർ ഏതായിരിക്കും ഡിസൈൻ ചെയ്ത് കൊടുക്കും. മോഡൽ ഇപ്പം ഇതാണെങ്കിൽ ആ ഒരു പാറ്റേണിന് പറ്റിയ ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കില്ല, പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് ഒരു സജഷൻ കൊടുക്കും. ആ മിക്സ് ആൻഡ് മാച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഇത് കാണുന്നത് ഫുൾ നെറ്റിന്റെ വെറൈറ്റികളാണ്. നെറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ആയിട്ടുള്ള കട്ടിയുള്ള നെറ്റ് ഉണ്ട്, കട്ടിയില്ലാത്തതുണ്ട്, സോഫ്റ്റ് നെറ്റ് ഉണ്ട്, കുട്ടികൾക്ക് ഫ്രോക്ക് തയ്ക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനെ കുറെ വെറൈറ്റീസ് ആണ് കേട്ടോ. ഈ ഫുൾ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ. അതിൽ ഷിമ്മറിയും വരുന്നുണ്ട്. ഇതാ ഇത് ഷിമ്മറിൽ വരുന്നത് നെറ്റിൻ്റെ തന്നെ കേട്ടോ. അതിലിനി പ്ലെയിൻ വേണമെന്ന് വെച്ചാൽ പ്ലെയിനും ഉണ്ട്. എന്താ പ്ലെയിനിൽ വരുന്നത് വെച്ചാൽ പ്ലെയിൻ. അങ്ങനെ നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ തരം മെറ്റീരിയൽസ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇത് കൂടാണ്ട് സാറ്റൻ, ഇതിന് തന്നെ മാച്ച് ചെയ്ത് നമ്മൾ സാറ്റൻ കൊടുക്കുന്നുണ്ട്. സാറ്റൻ തയ്ക്കുമ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് എന്തായാലും സാറ്റൻ വെച്ചിട്ട് വേണമല്ലോ തയ്ക്കാനായിട്ട്, അല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ള മാച്ച്. അപ്പോൾ ഇത് ഇങ്ങനെ മാച്ചിങ് ചെയ്തിട്ട് അവർ എല്ലാതും സെറ്റ് ചെയ്ത് തരുന്നു. പിന്നെ നമുക്ക് വന്നത് ഇപ്പോൾ സിഗരറ്റ് ബോട്ടം 5XL നല്ല സൈസൊക്കെ ഉള്ള ആൾക്കാരാണ് വരുന്നതെങ്കിൽ നമുക്ക് ബോട്ടം കൂടുതൽ കിട്ടൂല. അപ്പോൾ അതിന് നമുക്ക് ബോട്ടത്തിന്റെ ക്ലോത്ത് വരുന്നുണ്ട്. ഇത് ഈ കാണുന്നതോ? ആ ഇത് ബോട്ടം തയ്ക്കാൻ പറ്റിയതാണ്. ലൈക്രയാണ്. ഇത് ലൈക്ര മെറ്റീരിയൽ ആണല്ലേ? ഓ ഇത് നമ്മൾ ലൈക്രയുടെ ബോട്ടം ഒക്കെ കാണാറില്ലേ? അപ്പൊ ഒന്ന് വലിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് ലൈക്രയാണോ ഉള്ളത്. അതെ ലൈക്ക് വലിച്ചു നോക്കിക്കോ, അപ്പൊ അറിയാൻ പറ്റും ഇത് ലൈക്രയാണോ ഉള്ളത്. അപ്പൊ ഇത് ഫുൾ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഒരു ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ എത്ര മീറ്റർ വേണ്ടി വരും? അത് ഓരോരുത്തരുടെ സൈസ് പോലെ ഇരിക്കും. സൈസ് പോലെ എന്ന് വെച്ചാൽ സൈസ് കൂടിയ അതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ 1/2 മീറ്റർ കൂടുതൽ. അവരുടെ മോഡലിലാണെങ്കിൽ അവർക്ക് ചെയ്യാം. ചിലർക്ക് ബോൾസ് വെച്ച് നമുക്ക് റെഡിമെയ്ഡ് വന്ന പോലെ തന്നെ ചിലർ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ബോൾസ് വെച്ച് അല്ലാണ്ട് നോർമൽ കട്ടിങ് കൊടുത്ത് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പൊ അതിനുള്ള കുറെ ഈ കാണുന്നത് ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒക്കെ ലൈക്ര മെറ്റീരിയൽ വരുന്ന കളക്ഷൻസ് ആണ്. ഇത് കൂടാണ്ട് ഇവിടെ ബ്ലൗസ് മെറ്റീരിയൽ, ബ്ലൗസ് പീസിന്റെ മെറ്റീരിയൽസും ഉണ്ട്. ഓ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലേ? ഒക്കെ ടൈറ്റ് ആയിട്ടാണ്. ഇത് ഫുൾ ബ്ലൗസിനെ പറ്റിയിട്ടുള്ളതല്ലേ? ഇതാ ഇതൊക്കെ ബ്ലൗസിന് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. അതിപ്പോൾ കയ്യിൽ കിട്ടിയത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ടെന്ന്. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് 1 മീറ്ററോ 1.5 മീറ്ററോ തടിയുള്ളവരാണെങ്കിൽ 1 മീറ്റർ ആണ് നോർമൽ വരുന്നത്. പക്ഷേ തടിയുള്ളവരാണെങ്കിൽ 1.10 20 നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഇതാ ബ്ലൗസിൻ്റെ മെറ്റീരിയൽസ്. ബ്ലൗസിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നോർമലി സ്റ്റാർട്ടിങ് റണ്ണിങ് മെറ്റീരിയൽ 59 ആണ് വരുന്നത്. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ ബ്ലൗസിൽ വരുന്ന നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മുറിച്ചെടുക്കാൻ പറ്റുന്ന. ഇത് ലിനനാന്ന് തോന്നുന്നു. ലിനനാണ്. ലിനനിൽ ഇത്ര അധികം കളക്ഷൻസോ? അതെ ലിനൻ, അക്കോബ, അതേപോലെ പ്രിന്റഡ്. ഓക്കെ ലിനൻ്റെ ഒരെണ്ണം എടുക്കാം നമുക്ക്. ഇതാ ലിനൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത് കാണുന്നത്. ഇതിൽ നമുക്ക് ടോപ്പ് തയ്ക്കാൻ പറ്റും അല്ലേ? ടോപ്പ്
അതേപോലെ സാരിക്കൊക്കെ നമുക്ക് ഈ ലിനന്റെ മുറിച്ചെടുക്കാറുണ്ട് അല്ലേ? അപ്പൊ സാരിക്കൊക്കെ നമുക്ക് ഒരു 5.5 മീറ്റർ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അത് ലിനന്റെ ഇത്ര അധികം കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് ഹക്കോബയില് വരുന്നത് ഇതാ, അതില് ഡിജിറ്റൽ പ്രിന്റില് ഹക്കോബ വരുന്ന കളക്ഷൻ. ഇതേതാ ഹക്കോബയില് ഇതാ ഹക്കോബയില്. അപ്പൊ വെറൈറ്റികൾ ഉണ്ടെന്ന്. വെറൈറ്റി അതെ, ഇവിടെ വന്നാൽ മതി. വെറൈറ്റികളൊക്കെ എവിടേക്ക് പോകണം. ഇത് ഫുൾ സാറ്റനില് വരുന്നത്. മാച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാറ്റൻ വരുന്നത്. നമ്മൾ നേരത്തെ കുറച്ചേ കാണിച്ചോളൂ. അതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഇത് വരുന്നത് വിചിത്രയില് നമ്മൾ നേരത്തെ ടോപ്പ് കണ്ടില്ലേ? അപ്പൊ ടോപ്പ് ആണെങ്കിൽ അങ്ങനെ മുറിച്ചിട്ട് അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കളേഴ്സ് ഉണ്ട്. സാരിക്ക് വിചിത്ര സാരിക്ക് നമുക്ക് കൂടുതൽ പോകണ്ടല്ലേ? അതിൽ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുന്നവരുണ്ട്. സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഗേൾസ് ഒക്കെ വന്ന് ചോദിക്കും, വർക്കൊന്നും വേണ്ട, പ്ലെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ. നമ്മൾ വിചിത്രമാണ് കൂടുതൽ. അതാകുമ്പോ ഡിസൈനർ ഒരു ബ്ലൗസ് ഇട്ടാൽ മതിയല്ലോ. അപ്പൊ അതിലേക്ക് മാച്ച് ആയി അങ്ങനെ പൊക്കോളും. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇത് വരുന്നത് ഇതും സെറ്റ് സോഫ്റ്റ് വെൽവെറ്റ് കേട്ടോ. ചേച്ചി അവിടുന്ന് പറഞ്ഞു, ചേച്ചിയുടെ സെക്ഷൻ ആണത്. ഇതിൻ്റെ ഒക്കെ നമ്മൾ കോട്ട് സെറ്റിലൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. കോട്ട് സെറ്റിലൊക്കെ നല്ല വെറൈറ്റികളായിട്ടുള്ള വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ്, സോഫ്റ്റ് വെൽവെറ്റ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആണ്. വെൽവെറ്റിന്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് തൊടുമ്പോൾ കിട്ടും. കട്ടി വരുന്നില്ല. അതാ കട്ടി. പണ്ടെന്നൊക്കെ പറയുമ്പോൾ വെൽവെറ്റിന്റെ ഒരു ചുരിദാർ തയ്ച്ചു കഴിഞ്ഞാൽ അയ്യോ അരമണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല വെയിറ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോൾ വെൽവെറ്റിൽ തന്നെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അത് കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഇതിൽ. ഇനി ഈ സോഫ്റ്റ് വെൽവെറ്റിൽ തന്നെ ഇത് കുറച്ച് വ്യത്യാസം, കുറച്ച് ഒരു ഡബിൾ ഷെയ്ഡ് തോന്നിക്കുന്ന വിധത്തിലുള്ളത്. ഇതിപ്പോൾ ഒരു ഷെയ്ഡ് ആകുമ്പോൾ ഇത് ഒരു ഡബിൾ ഷെയ്ഡ്, ആ ഒരു രീതിയിൽ ഷെയ്ഡുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇനി അടിയിൽ വരുന്നത് മൊത്തം ജോർജറ്റ് ആണ് വരുന്നത്. ജോർജറ്റിൽ തന്നെ ഫാൻസി ആയിട്ട് വരുന്നുണ്ട്. അതിൽ വർക്ക് വരുന്നത് അല്ലേ? അതിൽ വർക്ക് വരുന്നത് അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി തെളിയിക്കേണ്ട സമയമാണ്. അതെ, ഇവിടെ വന്ന് ഇവിടെ എന്ന് പറയുമ്പോൾ ജാസില് ഇതോട് തീരുന്നില്ല കേട്ടോ. അതെ, ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഫുൾ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് തന്നെയാണ് വരുന്നത്. ഇത് ഫുള്ള് നമ്മൾ നേരത്തെ കണ്ടത് നെറ്റിൽ പ്ലെയിൻ ആയിരുന്നു. ഇതിൽ ഫുൾ വർക്കായിട്ട് വരുന്ന ഒരു കളക്ഷൻസ്, അത് ത്രെഡ് വർക്ക്, അങ്ങനെ കുറേ വെറൈറ്റികൾ. ഇതൊക്കെ നമുക്ക് ആ ഒരു നെറ്റിൽ വരുന്ന വെറൈറ്റി കളക്ഷൻസ് ആണ്. പിന്നെ അടിയിൽ വരുന്നത് കുറേ ക്രേപ്പാണ്, പ്രിന്റഡ് ക്രേപ്പാണ്, അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത്. എന്താ ഇതിന്റെ പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി. ഇത് നമ്മള് ഗേൾസ് മാത്രമല്ല, ഇപ്പൊ ജെന്റ്സിനും ബോയ്സിനാണെങ്കിലും ഹാഫ് സ്ലീവ് ഷർട്ട് തയ്ക്കാൻ ട്രെൻഡി ആയിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കാണിക്കണമല്ല. അപ്പൊ ജെന്റ്സിനും പറ്റുന്നതാണ് പറഞ്ഞു വരുന്നത്. പിന്നെ വരുന്ന കുറെ അടിപൊളി ഓർഗൻസയില് കുറെ ഡിജിറ്റൽ പ്രിന്റിന്റെ കളക്ഷൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഡിജിറ്റലില് വരുന്നത്. അപ്പൊ ഇതും മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഓർഗൻസയുടെ പ്രത്യേകത വെച്ചാൽ പിടിച്ചോടുത്ത് നിൽക്കില്ല, അതാണ് പ്രശ്നം. അത് ഒഴുകി പോകും, അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നത് നോക്കാം. ഓർഗൻസയിൽ ഇത്ര അധികം കളക്ഷൻസ് വരുന്നതാ. ഇതൊക്കെ ഇപ്പം ഇന്ന് കണ്ടതാവില്ല, ചിലപ്പോൾ നാളെ കാണാട്ടോ. എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് എടുത്ത് പറയാത്തത്. സ്റ്റാർട്ടിങ് റേറ്റ് മാത്രം, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഇനി അടുത്തത് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫുൾ കോട്ടണിൽ നമുക്ക് ഇക്കത്തിന്റെ ഉണ്ട്, കലങ്കാരി, അജരക്ക്, ആ പ്രിന്റ് കോട്ടൺ ആണ് വരുന്നത്. ഈ ഒരു സെക്ഷനിൽ മാത്രം കോട്ടണും ഉണ്ട്, അതേപോലെ മിക്സഡ് കോട്ടണും ഉണ്ട് നമുക്ക്. ഓക്കെ, അത് എല്ലാതും കൂടിയിട്ടായിട്ട്. പിന്നെ വരുന്നത് പറയുമ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറഞ്ഞിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് ടോപ്പ് വരുമ്പോൾ ഇത് ബോട്ടം, അങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടത് അല്ലേ? അപ്പൊ ഇത് ഫുൾ ഇത് എത്ര മീറ്റർ ഉണ്ടാവും ഇപ്പൊ? ഇത് ഒരു ബണ്ടിലാണ് വരുന്നത്. നമ്മൾ നോർമലി 2 മീറ്റർ ഒക്കെയാണ് ടോപ്പിനും പറഞ്ഞിട്ട് കഴിഞ്ഞാൽ മുറിച്ചെടുത്ത് കൊടുക്കാൻ പറ്റൂട്ടോ. അപ്പൊ ഇതൊക്കെ അങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്ന കുറെ കോട്ടന്റെ ഐറ്റംസ് ആണ്. ഇത് കൂടാണ്ട് ഇവിടെ നൈറ്റി ബിറ്റുകളും കിട്ടും കേട്ടോ. നൈറ്റി ബിറ്റൊക്കെ എങ്ങനെയാ? 3 മീറ്റർ ആണ്, എങ്ങനെയാ വരുന്നത്? 2.5 മീറ്റർ, 2.90 അല്ലേ? 2.80, 2.90, പിന്നെ ഒരു 3.10 അങ്ങനെ ആയിട്ട് വരും. 3 ആയിട്ട് വരില്ല, 2.90 അല്ലെങ്കിൽ 3 അങ്ങനെ. കൈനീളം വേണമെങ്കിൽ 3.10 അങ്ങനെയൊക്കെ ആ ഒരു ഇതിൽ വരും. അതിൻ്റെ തന്നെ നമുക്ക് സ്റ്റിച്ചഡ് വരുന്നത് നൈറ്റീരെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. നൈറ്റീരെ അപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണ് വരുന്നത്? 190.
119 മാത്രമേ ഉള്ളൂ. നൈറ്റിക്കോ? അടിപൊളി. അപ്പൊ അതൊന്നും എടുത്ത് നോക്കണല്ലോ. ഇതാണോ 119? 119 നൈറ്റി ആണ് ഈ കാണുന്നത്. വെറും 119 രൂപ നൈറ്റി. ഇത് സിംഗിൾ പീസായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നൈറ്റി കളക്ഷൻസ്. ഇതൊക്കെ ആ ഒരു റേഞ്ച് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ പറയുന്നത്. റേറ്റ് കയറി പോണതിനനുസരിച്ചിട്ട് വർക്കുകൾ മാറി നിൽക്കും കേട്ടോ. ഇതൊക്കെ കോട്ടണിൽ കേട്ടോ, കോട്ടണിൽ വരുന്ന നൈറ്റികൾ. പിന്നെ ഇപ്പൊ നെയ്റ്റിയിലും വെറൈറ്റി വരുന്നുണ്ട്. നെയ്റ്റിയിലാണെങ്കിലും ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നടുക്കിൽ ഇങ്ങനെ ഒരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളത്. ഇത് കൂടാണ്ട് നമുക്ക് നൈറ്റിയിൽ തന്നെ എംബ്രോയിഡറിയുടെ വർക്കൊക്കെ വന്നിട്ടുള്ളത്. അതിലിങ്ങനെ ഇക്കത്തിൻ്റെ പോലത്തെ പ്രിന്റൊക്കെ വന്നിട്ട് ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് റേറ്റ് മാറുമല്ലോ അല്ലേ? സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 119 റുപ്പീസിൻ്റെ നൈറ്റി. ഇനി ഇത് വേണമെന്ന് വെച്ചാൽ ഇതായാലും സിംഗിൾ പീസായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോഴത്തെ കുട്ടികൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് നൈറ്റി ഒക്കെ ഇടാനൊക്കെ ഒരു ചമ്മല്. അവർക്ക് കഫ്താൻ മോഡലിലുള്ള നൈറ്റി. ഇതാ കഫ്താൻ മോഡലാണ് കേട്ടോ നൈറ്റി വരുന്നത്. ഇതിങ്ങനെ വലിച്ചാൽ മതി. പിന്നെ നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ വർക്കുള്ളത് കേട്ടോ. ഇതാ അതിൽ തന്നെ വർക്കുകൾ വ്യത്യാസം വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഡിഫറെൻറ്റ് വർക്കുകളാണ്. അതിൽ നമുക്ക് മാൻസി കട്ട് വരുന്നുണ്ട്, ചുടിദാർ കട്ട് വരുന്നുണ്ട്, അങ്ങനെ പല പല മോഡൽസ് ആയിട്ട് വരുന്ന നൈറ്റികൾ. പിന്നെ ഇത് കൂടാണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സും വരുന്നുണ്ട്. പേസ്റ്റൽ മീൻസ് വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, പേസ്റ്റൽ ഷെയ്ഡ് വരുന്നുണ്ട്, ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. പക്ഷേ എല്ലാതും 119 രൂപ സ്റ്റാർട്ടിങ് റേറ്റ് കേട്ടോ നൈറ്റിയിൽ വരുന്നത്. വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. അത് എന്തായാലും ഇഷ്ടപ്പെട്ടു. 119 ഇവിടെ കാണിച്ചത് ഇവിടെ. ഇത് രണ്ടെണ്ണം പാക്ക് ചെയ്ത് പോവാം. സൈസൊക്കെ എങ്ങനെ വരുന്നത്? സൈസ് ഫ്രീ സൈസ് ഉണ്ട്, സ്മോൾ സൈസ് വരുന്നുണ്ട്. അങ്ങനെ സൈസസ്. ഓക്കെ. അപ്പോൾ ഇതാണ് 119 രൂപയുടെ നൈറ്റി. അപ്പോൾ നൈറ്റിയുടെ കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ന്യൂ ബോൺ കുട്ടികളുടെ ഒരു സെക്ഷൻ. എന്ത് രസമല്ലേ കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. ഇതിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് എത്ര വരും? ന്യൂ ബോണിൽ നമുക്ക് ഏറ്റവും കുഞ്ഞ് കെട്ടുടുപ്പ് മുതലാണ് നമുക്ക് ഐറ്റം വരുന്നത്. അതിൽ തന്നെ കുറച്ചുകൂടെ കെട്ടുടുപ്പ്, ഇപ്പം കെട്ടുടുപ്പ് കുറച്ച് കോട്ടൻ്റെ മാറിയിട്ട് ബനിയൻ്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടീഷർട്ട് മാത്രമായിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഫാൻസിയാണ്. അത് വരുമ്പോൾ നമുക്ക് 74 രൂപ തൊട്ട് ടീഷർട്ട് മുതൽ കെട്ടുടുപ്പിൻ്റെ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഇത് ഫുൾ നമുക്ക് കിഡ്സിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് ആണ്. അതിൽ ഇത് ഫുൾ ഗേൾസിൻ്റെ സെക്ഷനാണെന്ന് തോന്നുന്നു. ഗേൾസിൻ്റെ, ഇവിടെ ബോയ്സിൻ്റെ, ഈ സൈഡ് ബോയ്സിൻ്റെ കേട്ടോ. അതിൽ ബാബാ സൂട്ട് വരുന്നുണ്ട്, റോംബർ മോഡൽ വരുന്നുണ്ട്, ഡങ്കറി മോഡൽ, അങ്ങനെ അതിൽ ക്യാപ്പ് ഉള്ളത് വരുന്നുണ്ട്. ഇതൊക്കെ ബ്രാൻഡഡ് ആയിട്ടാണല്ലേ? അതെ അതെ. ബ്രാൻഡഡും ഉണ്ട്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് നമ്മുടെ ബഡ്ജറ്റിൽ എന്താണ് അതിനനുസരിച്ച് നിങ്ങൾ കാണിച്ചു തരും. അതെ, പാർട്ടി വെയർ വേണോ അതോ ക്യാഷ്വൽ ആയിട്ട് നോർമൽ യൂസ് ചെയ്യാനാണെങ്കിലും ആ ഒരു പാറ്റേൺ ബേസ് നമ്മൾ കാണിച്ചു തരും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതാ ബനിയൻ സ്റ്റഫിൽ വരുന്നത്, ജീൻസിൻ്റെ പാറ്റേണിൽ വരുന്ന കളക്ഷൻസ്. പിന്നെ വരുന്നത് ഒയ്യോടാ എന്ത് രസമല്ല കുഞ്ഞു കുട്ടികളുടെ. ഇതിന് കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഈ സൈഡ് കണ്ടോ, ഇതൊക്കെ ബ്രാൻഡഡിൽ വരുന്ന ഐറ്റംസ് ആണല്ലേ. ഇതൊക്കെ നമുക്ക് കുട്ടികൾക്കുള്ളത് തന്നെയാണ്. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുമിച്ചുള്ളതല്ല, ഒരു ഷർട്ടും പാൻറ്റും അങ്ങനെ. അതിൻ്റെ വെയറിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ പാൻറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ബനിയൻ സ്റ്റഫിലാണല്ലേ ഇത് വരുന്നത്. വെറൈറ്റി ആണ്. പിന്നെ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ 78 റുപ്പീസ് അല്ലേ സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാ കുട്ടികളുടെ കളക്ഷൻസ്. പിന്നെ ഇവിടെ കാണുന്നത് ഈ ഇതിലൊക്കെ നമുക്ക് ബ്രാൻഡഡ് ഫ്രോക്ക് ഈ ബർത്ത്ഡേക്ക് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണം. ഇതാ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഫ്രോക്കുകൾ ബ്രാൻഡഡ് ഐറ്റംസിൽ വരുമ്പോൾ അല്ലേ. അപ്പോൾ റേറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നേരിട്ട് വന്നാൽ മതി കേട്ടോ. അടിപൊളി ഫ്രോക്കുകളൊക്കെ ഉണ്ട്. എന്താ രസമല്ലേ ഈ ഒരു ഫ്രോക്ക് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള ഉടുപ്പുകൾ അല്ലേ. വരുന്നതാണ്. നോക്കി ഓരോന്ന് കാണുമ്പോൾ അതിനേക്കാളും മെച്ചത്. ഇത് ഓവർകോട്ട് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ഇത് ഇങ്ങനെ വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടെങ്കിൽ ഇടാമെന്നില്ല. ഇത് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ ഡിറ്റാച്ച് ചെയ്തിട്ട് ഇതൊരു സിമ്പിളായിട്ട് ഒരു അടിപൊളി കേട്ടോ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്നല്ലേ. ന്യൂ ബോൺ മാത്രമേ നമുക്ക് ഇവിടെ ഒതുക്കിയിട്ടുള്ളൂ, ബാക്കി എല്ലാം കിഡ്സിൻ്റെ മേളിലുണ്ട്.
ഫസ്റ്റ് ഫ്ലോർ മൊത്തം കിഡ്സിന്റെ ആണ്. കിഡ്സിന്റെ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണ്? ഗേൾസ് ഉണ്ട്, കിഡ്സിന്റെ തന്നെ ഗേൾസിന്റെ ഉണ്ട്, ബോയ്സിന്റെ ഉണ്ട്, ജെന്റ്സിന്റെ ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ വെഡിങ് സെക്ഷൻ മേളിലാണ്. യെസ്, വെഡിങ് സെന്റർ എന്ന് പറഞ്ഞാൽ വെഡിങ് സാരീസ് എവിടെയാ, അതാണ് ഞാൻ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ മൊത്തം വരുന്നത് മുകളിലത്തെ ഒരു സെക്ഷനിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം വരുന്നത് നമുക്ക് കിഡ്സ്, ന്യൂ ബോൺ ബേബീസിന് പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ? മുകളിലേക്ക് പോണേക്കാളും മുന്നേ നമുക്ക് ഈ ഒരു സെക്ഷനും കൂടി കവർ ചെയ്യാനുണ്ട്. ഇന്നർ വെയർ. ഇന്നർ വെയറിൽ എങ്ങനെയാ വരുന്നത് സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ? ഇന്നർ വെയർ UG ഐറ്റത്തിൽ അണ്ടർസ്കേർട്ട് തൊട്ടാണ് നമുക്ക് നിൽക്കുന്നത്. പിന്നെ വന്നത് പാൻറ്റി ഒക്കെ വരുമ്പോൾ 25, 28 ഒക്കെ വരുന്ന പാൻറ്റി. ഇത് 25, 28 ആ ഒരു റേഞ്ചിൽ കേട്ടോ. ഇതാ പാൻറ്റീസ് വരുന്നത്, അത് ഫാൻസി മോഡലാണ് അല്ലേ വരുന്നത്? അതെ, കിഡ്സിനും അതേപോലെ ലേഡീസിനും ഈ ഒരു പാറ്റേണിൽ ഈ റേറ്റിൽ നമുക്ക് വരുന്നത്. ഇത് കൂടാണ്ട് ബ്രാര സെക്ഷൻ വരുമ്പോൾ അതില് ബ്രാൻഡഡ് വരുന്നുണ്ട്. ബ്രാൻഡഡ് ഐറ്റംസ് ഏതൊക്കെ ബ്രാൻഡാ വരുന്നത് ചേച്ചി ഏതൊക്കെ ബ്രാൻഡ് ഐറ്റം വരുന്നത്? വീസ്റ്റർ, ടീൻസ്, വിമാർട്സിൻ്റെത്. പിന്നെ നമുക്ക് കുറഞ്ഞ റേറ്റ് വരുന്നുണ്ട്, 110, 120 പാഡഡ് ബ്രാ വരുന്നുണ്ട്. പിന്നെ ഫാൻസി ഐറ്റംസ് ഉണ്ടോ? അതിൽ തന്നെ ബ്രൊക്കേഡ് വരുന്നുണ്ട്, ബ്രൊക്കേഡ് ഉണ്ട്. പിന്നെ കുറഞ്ഞ റേറ്റിൽ 110, 169 ആ റേറ്റിലെ ബ്രൊക്കേഡ് വരുന്നുണ്ട്. ഓക്കെ താങ്ക് യു ചേച്ചി. അപ്പോൾ പാൻറ്റീസിൻ്റെ നമുക്ക് എടുത്ത് കാണിക്കുന്നില്ല, അതുപോലെ ബ്രാസ് എടുത്ത് കാണിക്കുന്നില്ല, ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒക്കെ കോട്ടണിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് വരുന്നുണ്ട്. ഇതൊക്കെ ഫാൻസിയിൽ ഇന്ന് 2-3 കാണിക്കും. ഇതാ ഈ ഫാൻസി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇതാ ഇത് ഫാൻസിയിൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ വേണ്ടു, സീംലെസ് ഉള്ളതും ഫാൻസികളും അങ്ങനത്തെ നെറ്റ് ഉള്ളതും ഇങ്ങനത്തെ വർക്കുകളായിട്ട് വിത്ത് പാഡഡ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്കിങ്ങനെ കോട്ടണിൽ വരുന്നുണ്ട്, കോട്ടണിൽ ഇങ്ങനത്തെ കപ്പായിട്ടുള്ളത് വരുന്നുണ്ട്. അത് കൂടാണ്ട് ടൗൺ സ്റ്റിച്ച് വരുന്നുണ്ട്. പിന്നെ ഇത് സൈഡ് കവറേജ് കൊടുക്കുന്ന ഇത് സൈഡ് കവറേജ് കൊടുക്കുന്ന വിധത്തിലുള്ള ബനിയൻ സ്റ്റഫിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അത് എല്ലാതും ഇവിടെ ഉണ്ട് ഇതാണ് പറഞ്ഞത്. അതുപോലെ അണ്ടർസ്കേർട്ടിലാണെങ്കിലും ഏറ്റവും റേറ്റ് കുറഞ്ഞത് നമുക്ക് വരുന്നത് 79 ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. 79 ആണോ ഈ കാണുന്നത്? 79 അണ്ടർസ്കേർട്ട്. ഇതാ ഇത് ഓൺലി 79 റുപ്പീസിന്റെ അണ്ടർസ്കേർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൽ വരുമ്പോൾ അടിയിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട്. ഇത് കൂടാണ്ട് എംബ്രോയിഡറി അല്ലാത്തതും വരുന്നുണ്ട്, നമുക്ക് ഫ്രില്ലായിട്ട് വരുന്നുണ്ട്. ഫ്രില്ലുള്ളതും ഫ്രീ സൈസ് എക്സൽ ലാർജ് അങ്ങനെയൊക്കെയാണ് സൈസസ്. ഇത് എത്രയാണ് റേറ്റ് പറഞ്ഞത്? 79. വെറും 79 രൂപയ്ക്ക് അണ്ടർസ്കേർട്ട് കേട്ടോ. ഇത് കൂടാണ്ട് പിന്നെ ഉള്ളത് വരുന്നത് നമുക്ക് ഷേപ്പ് വെയർ വരുന്നുണ്ട്, അത് കോട്ടൺ ക്ലോത്തിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബനിയൻ ക്ലോത്തിലും വരുന്നുണ്ട്. ഷേപ്പ് വെയർ അല്ലേ? ഇത് ഷേപ്പ് വെയർ കോട്ടണില്. ഇത് XXL സൈസ് ആണ് കേട്ടോ വരുന്നത്. അത് സൈഡിൽ ഇങ്ങനെ ഡ്രോ സ്ട്രിങ് കെട്ടാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ലൈക്ര വലിയ ടൈപ്പാണ് കേട്ടോ കോട്ടണിൽ വരുന്നത്. പിന്നെ വരുന്നത് ബനിയൻ സ്റ്റഫിലാണ്. ഇതിന്റെ തല തിരിച്ചു. ഇത് ഇങ്ങനെ വരുമ്പോൾ ഇത് XXL തന്നെയാണ്. ഷേപ്പ് വെയർ ബനിയൻ സ്റ്റഫിലാണ്. നേരത്തെ കണ്ടത് ലൈക്ര തന്നെ, ഒക്കെ വലിയ ടൈപ്പ് തന്നെ. കുറച്ച് കോട്ടണിൻ്റെ മെറ്റീരിയൽ ആയിരുന്നു നേരത്തെ ഇതില്ലേ. ഇതാ ഇത് കോട്ടൺ വരുമ്പോൾ ഇത് വരുമ്പോൾ ബനിയനിൽ വരുന്നത് ഷേപ്പ് വെയറിൽ വരുന്ന കളക്ഷൻസ്. പിന്നെ ഇതൊക്കെ എന്താ സംഭവം? അതൊക്കെ സ്ലിപ്സ്, അതേപോലെ ടൈറ്റ്സ്, അതൊക്കെ ഇവിടെ ഉണ്ടെന്ന് കാണിക്കണ്ടേ? ഇതാ സൈക്കിൾ ഷോർട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ? ഷോർട്സ് അങ്ങനത്തെ വെറൈറ്റീസിന്റെ ഉണ്ട്, നമുക്ക് അതേപോലെ ലേഡീസിന്റെ ഉണ്ട്, എല്ലാതും ഉണ്ടെന്ന് വെച്ചാൽ ഒരു A to Z എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ പുറത്തേക്ക് പോകണം. ഈവൻ സോക്സ് ആയാലും എന്ത് കർച്ചീഫ്, അതുപോലെ തന്നെ കിഡ്സിന്റെ ആണെങ്കിലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ടീഷർട്ട്, ഷോർട്സ്, ലേഡീസിന്റെ അതേപോലെ ഇതെല്ലാം. ഇതൊക്കെ ഇവിടേക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? ഇത് ഒരു 49 അങ്ങനെയൊക്കെ വരും. ചെറിയ വീട്ടിൽ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 3/4 ആണെങ്കിലും പാന്റ് ആണെങ്കിലും. ഇതൊക്കെ ബോട്ടം വെയർ അല്ലേ, കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ബോട്ടം വെയർസ്. തീരെ കുഞ്ഞു കുട്ടികളുടെ സൈസൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ബോട്ടം വെയറിന്റെ കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. ഇപ്പുറത്ത് വരുമ്പോൾ ടീഷർട്ടിൽ വരുമ്പോൾ എത്രയാണ് റേഞ്ച് പറഞ്ഞത്? ടീഷർട്ടിൽ ആ ഒരു റേഞ്ച് സെയിം തന്നെ 49 റേഞ്ചിന്റെ ടീഷർട്ടുകൾ കേട്ടോ. ഇതാ അപ്പോൾ സ്മോൾ സൈസ് തൊട്ട് ബിഗ് സൈസ് വരുന്ന കുറേ ടീഷർട്ടുകൾ മടക്കി വെച്ച സംഭവം കേട്ടോ, ഒക്കെ വലിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കിഡ്സിൻ്റെ കുറേ നല്ല വെറൈറ്റി കളക്ഷൻസ് പാർട്ടി വെയർ എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ഒരു സെക്ഷൻ കണ്ടത് നമ്മൾ ന്യൂ ബോൺ ബേബീസിൻ്റെ കളക്ഷൻസ് ആണ്. ഇനി വലിയ കുട്ടികൾക്കുള്ളത് കണ്ടെങ്കിൽ ഫസ്റ്റിൽ പോവാം നമുക്ക്. മുകളിലത്തെ ഫ്ലോറിൽ എന്താണ്? കിഡ്സിൻ്റെയോ അതേപോലെ വെഡിങ് സെക്ഷൻ. അത് കാണുമ്പോൾ തന്നെ അറിയാം. നോക്കി എന്ത് രസത്തിലാണല്ലോ വെച്ചിരിക്കുന്നത്.
അടിപൊളി കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ്. അപ്പൊ ബോയ്സും ഗേൾസും ഒക്കെ ഇവിടെ തന്നെയാണ് അല്ലേ? ഓ, കിഡ്സിന്റെ മാത്രമായിട്ടൊരു സെക്ഷനാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ മൊത്തം വരുന്നത്. ഇവിടെ ഏജ് എന്ന് പറയുമ്പോൾ എത്ര ഏജ് തൊട്ടാ വരുന്നത്? നമുക്ക് 3 വയസ്സ് തൊട്ട് മേളിലാണ് ഈ ഒരു സെക്ഷൻ വരുന്നത് അല്ലേ? അപ്പൊ മൊത്തം എവിടെന്നാ എടുക്കണ്ടേന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ആയി. കാരണം ഈ ഒരു സൈഡ് എനിക്ക് തോന്നുന്നത് ഗേൾസിന്റെ വരുന്നത്, ഗേൾസിന്റെ ആണ് ടോപ്പ്. പിന്നെ അപ്പുറത്തെ സൈഡ് വരുമ്പോ ബോയ്സിന്റെ ആണ് വരുന്നത്. ഇനി ഇവിടുത്തെ സെക്ഷനിൽ നമുക്ക് കളക്ഷൻസ് കുറച്ച് നമ്മൾ അടിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കുറച്ചുകൂടി കാണിക്കാനുള്ളത് വെഡിങ് സെൻട്രലിലത്തെ വെഡിങ് സാരീസ് കുട്ടികളുടെയാണ്. അപ്പോൾ കുട്ടികൾ എന്തായാലും ഉണ്ടാവും, അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി ബാബയ്ക്ക്. കുട്ടീൻ്റെ അമ്മോട് ചോദിച്ചു ഞാൻ, കുട്ടീൻ്റെ അമ്മോടാ ചോദിച്ചത് എങ്ങനെയുണ്ട്? സ്ഥിരം വരാറുള്ളതാണോ അവിടെ? ഇടയ്ക്ക് വരാറുണ്ട്. കുട്ടിക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാ? ഇല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഡ്രസ്സ്? കൊള്ളാം. പ്രൈസ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല സെലക്ഷൻ. പൈസയൊക്കെ കുഴപ്പമില്ല, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങോ? പോക്കറ്റിൽ ഒതുങ്ങോ? കുറച്ചൊക്കെ ഒതുങ്ങുന്നത് കുട്ടികളുടെ കളക്ഷൻസ് കേട്ടോ. കുട്ടി അങ്ങോട്ട് ഓടി, കുട്ടിയുടെ അമ്മയാണ്. നല്ല ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാറ്റേണും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വൈസ് ഒരു ഖാദി കോട്ടൺ ടൈപ്പ് ആയിട്ടുള്ളത് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. റേഞ്ച് വൈസും അടിപൊളിയായിരിക്കും. എന്തായാലും ചേച്ചി സെലക്ട് ചെയ്തതാണ്, പിടിച്ചോട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു കിഡ്സിൻ്റെ കൗണ്ടർ നമുക്ക് പിന്നെ കാണിക്കാം. ഇത് കൂടാണ്ട് നമുക്ക് വെഡ്ഡിങ് സാരീസിൻ്റെ ഒരു കൗണ്ടർ ഉണ്ട്. സാരീസ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കൗണ്ടർ വരും പോവാ. അപ്പോൾ കുട്ടി ഇങ്ങോട്ട് വരൂ. കുട്ടി ആ കുട്ടിക്കാണ് കേട്ടോ കാണിക്കുന്നത്. കുട്ടിക്ക് ഡ്രസ്സേ വേണ്ടാന്ന്. പോട്ടെ കരപ്പിക്കണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡ് വരുമ്പോൾ നമുക്ക് മെൻസിൻ്റെ സെക്ഷനും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ നമുക്ക് ജീൻസിൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഇവിടെ മെയിൻ ബ്രാൻഡ്സ് ഏതൊക്കെ വരുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്ന ലൂയിസ് ഫിലിപ്പ് വരുന്നുണ്ട്, പിന്നെ വാനുസെൻ, ഇതെല്ലാം നമുക്ക് ബ്രാൻഡിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഓട്ടോ, അങ്ങനെ കുറച്ച് കളക്ഷൻസ് നമുക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ സാധാരണക്കാർക്കായാലും അല്ലാത്തവർക്കായാലും വന്നു കഴിഞ്ഞാൽ ഏത് റേഞ്ചിലായാലും കിട്ടും. അതായത് നമുക്ക് ഇപ്പോൾ ലൂയിസ് ഫിലിപ്പ് വാനുസെനൊക്കെ വരുന്ന അപ് ടു 50% ഓഫറിൽ വരുന്നുണ്ട്. അത് പാൻസിലും വരുന്നുണ്ട് കളക്ഷൻസിൽ. അപ് ടു 50% നമുക്ക് ഓഫറിൽ വരുന്നത്. അത് വില വിശേഷമായിട്ടാണോ? വില നമുക്ക് ഓഫർ നമ്മൾ ഓൾറെഡി തന്നെ നമ്മൾ എപ്പോഴും ഉള്ളതാണ്. എപ്പോൾ വന്നാലും ഉണ്ടാവും. എപ്പോൾ വന്നാലും ആ ഒരു ഓഫർ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കളക്ഷൻസ് കാണിക്കാണ്ട്. ഇത് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ ഏകദേശം എത്ര വരും? ഇപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് 199 ആ റേഞ്ച് മുതൽ സ്റ്റാർട്ടിംഗ് ഷർട്ട്സ് ഉണ്ട്. 199 ഷർട്ടോ? ഷർട്ട് ഉണ്ട്. അപ്പൊ ഇത് 199 ഷർട്ടാണ്. അപ്പൊ ഇതുപോലത്തെ കുറെ വെറൈറ്റി കളക്ഷൻസ് ഇനിയും കാണിക്കാനുണ്ട്. പക്ഷെ സാരീസിന്റെ കാണിച്ചിട്ട് നമുക്ക് ജെൻസിന്റെ ഒരു സെക്ഷനിലേക്ക് വരാൻ. അപ്പൊ ഇവിടെ തന്നെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പൊ വരാം കേട്ടോ. അപ്പോൾ നമ്മൾ കാണിക്കാൻ വന്നിരിക്കുന്നത് അതൊരു ഡിസൈനർ സ്റ്റുഡിയോ സാരീസിന്റെ ഒരു സെക്ഷനിലേക്കാണ്. അപ്പൊ സാരിക്ക് ബ്രൈഡലിന് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു സെക്ഷനിൽ തന്നെ. ഓക്കെ, ഇതില് സാരീസ് ഉണ്ട്, അതുപോലെ തന്നെ ലെഹങ്കാസ് ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ചേച്ചിയാണോ ഇവിടുത്തെ കൗണ്ടർ? ചേച്ചി ഇവിടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ എത്ര വരുന്നത്? നമുക്കൊരു ബ്രൈഡലിന്റെ സാരീസ് ഒക്കെ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് 1129 മുതൽ നമുക്ക് ബ്രൈഡൽസ് സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് പ്രൈസ് വരുമ്പോൾ 1529. പിന്നെ അടുത്ത റേറ്റ് 2229 മുതൽ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോണത്. ഇവിടെ എന്ത് തരം വെറൈറ്റീസ് ആണ് കൂടുതലും കാണിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് ഏകദേശം 1129 റേറ്റിന്റെ ബ്രൈഡൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഐറ്റമാണ്. ഇതാണോ 1129 റേറ്റ് വരുന്നത് ഈ സാരിക്ക് കേട്ടോ? അടിപൊളി. അപ്പൊ ഇതില് ഫുൾ കോപ്പർ സെറിയിലാണ്, അതും 1100. 1100. ഇതിന്റെ ഒരു കളർ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ അല്ലേ? ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. ഇത് സെക്കൻഡ് വൺ വരുന്നത്. ഇത് 2229 ആ റേറ്റ് മുതൽ പിന്നെ നമുക്ക് വരുന്നത്. അപ്പോൾ വർക്ക് കുറച്ച് ഡിഫറൻസ് ആയിരിക്കും. മെറ്റീരിയൽ കുറച്ചും കൂടെ ചേഞ്ച് വരും. മെറ്റീരിയലും ചേഞ്ച് ആണ്, വർക്ക് കൂടിയിട്ട് കാണിക്കണത് ആ ഒരു മോഡൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കളർ ചേഞ്ചസ് ഉണ്ട്. ഞാൻ എന്തായാലും ചേച്ചിയുടെ അടുത്ത് പോയി നിൽക്കട്ടെ. ചേച്ചി ഉഷാറാണ്. ചേച്ചി കാണിക്കും. അടുത്തത് വരുന്നത് ബ്രൈഡൽസിലെ ഏറ്റവും റേറ്റ് കൂടിയ ഏറ്റവും, അതായത് വർക്ക് ഡിഫറെൻ്റ് ആയിട്ട് മെറ്റീരിയൽ കുറച്ചും കൂടെ ചേഞ്ച് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. കാഞ്ചീപുരം, പ്യുവർ കാഞ്ചീപുരത്തിലേക്ക് പോകുക. ഇത് പ്യുവർ കാഞ്ചീപുരം. ഇതിപ്പോൾ 1000 റേഞ്ചാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. 1000 അല്ല, 10,000 റേഞ്ചിൽ. 10,000 റേഞ്ചിന്റെ സാരീസ്. ഇതിൽ തന്നെ വർക്കിനനുസരിച്ചിട്ട് റേഞ്ച് മാറ്റമുണ്ട്. ബുട്ട വർക്ക്, സിമ്പിൾ ബുട്ട വർക്കാണ് വരുന്നത്. പല്ല് കുറേ കൂടെ ഏരിയ കൂടുതലുണ്ടാവും. ഫുൾ ബ്രോക്കേഡ് ബ്ലൗസ് ആയിരിക്കും വരിക. വിത്ത് ബ്ലൗസിൽ എല്ലാം വിത്ത് ബ്ലൗസ് ആയിരിക്കും. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് അവൈലബിൾ ആണ്. കളർ ചേഞ്ചസും ഉണ്ടെന്നല്ലേ? ഡിഫറെൻറ്റ് വർക്കായിരിക്കും എല്ലാം. ബൂട്ടാസ് ഇങ്ങനെ മാറി നിൽക്കും. പിന്നെ വെഡ്ഡിങ് സാരിൽ പിന്നെ വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ പല്ലു കളർ ചേഞ്ച്, അത് തന്നെ ബ്ലൗസ് പീസും
ഇത് നല്ല അടിപൊളി കളർ അതിന്റെ ഒരു പീകോക്ക് ഷെയ്ഡിൽ അല്ലേ? അതില് ഇത് ഒക്കെ ഒറിജിനൽ പ്യുവർ ആണ്. റാണി പിങ്ക് കോമ്പിനേഷൻ വരും. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ അതിലും സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ഉണ്ട്. ഇതിപ്പോൾ ഒരു 9,000 റേറ്റ് വരുന്നതായിട്ടോ. ബോർഡർലെസ് ആയിട്ടുള്ള ടെമ്പിൾ ബോർഡർ വരും. ഇത് മുന്താണിയിൽ ഇങ്ങനെ വർക്കായിട്ട് വരുന്നത്. ഇൻസൈഡിലേക്ക് സിമ്പിൾ ആയിട്ടുള്ള വർക്കേ ഉള്ളൂ. ജസ്റ്റ് ടെമ്പിൾ ബോർഡർ വരും. ഇത് ഇവിടെ ഈ ഒരു പോർഷനിലോട്ട്. ഇതും വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്നതായിട്ടോ. ഓക്കെ. അപ്പൊ സാരീസ് വെഡിങ് സാരീസിന് നമുക്ക് 1100 തൊട്ട് സ്റ്റാർട്ടിങ് ആണ്. അത് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ, നോർമൽ ഫംഗ്ഷൻ കൂടാനുള്ളവർക്ക് ആദ്യം ഡിസൈൻ വർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് പുതിയൊരു പാറ്റേൺ ആണ്. നമ്മളെപ്പോഴും കാണുന്ന ഐറ്റം ജെറി വർക്കായിരിക്കും. ഇതിനകത്താകുമ്പോൾ റോസ് ഗോൾഡ് വരും. പിങ്ക് ജെറിയുടെ വർക്കാണ് കേട്ടോ. അതും ബോർഡർലെസ്സിൽ വരുന്നതാണ്, കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ ആണ് വരുന്നത്. ഇതിന്റെ റേറ്റ് എത്ര വരും? ഇതിപ്പോൾ 3279. അപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ ആയില്ലല്ലോ. നമുക്ക് വെഡിങ് ആവശ്യത്തിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് പോക്കറ്റിൽ കുറെ കാശ് കൊണ്ടുവന്നാലും ബാക്കിയുള്ളത് കൊണ്ടുപോവാന്ന് അല്ലേ? തീർച്ചയായും. അത്രയ്ക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ കളക്ഷൻസ് വെറും 1000 ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. 1000 എന്ന് പറയുമ്പോൾ അതിലും ഫുൾ വർക്ക് ആയിട്ട് വരുന്നത്. ഇത്ര തിക്കായിട്ടുള്ള വർക്കുണ്ട് നമുക്ക് ഇതിനകത്ത്. കളർ ചോയ്സ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് അമ്മമാർക്കോ അവർക്ക് ഫംഗ്ഷൻ കൂടാനായ ഉപയോഗിക്കാൻ ഏറ്റവും നല്ല ഇതായിരിക്കും. ബ്രൈഡൽ മാത്രമല്ല തൊട്ട് അപ്പുറത്ത് നിൽക്കണ എല്ലാവർക്കും സാരീസ് വേണമല്ലോ. അതെ. അപ്പൊ അതിന്റെ കുറെ കളക്ഷൻസ് ഈ ഒരു പോർഷൻ ഫുൾ ഇതിന്റെ തന്നെ കളർ ചേഞ്ചുകളാണ്. പാറ്റേൺ സെയിം തന്നെ, വർക്ക് ഡിഫറൻസ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്, സെൽഫ് ആയിട്ട് വരുന്നത്. ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡും കൂടി ഒന്ന് കാണിക്കൂ. ഇതിലും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് കോൺട്രാസ്റ്റ് ആണ്. ഒരു ഗ്രീൻ ഷെയ്ഡാന്ന് തോന്നുന്നല്ലേ? ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡില് ഇതില് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് ഡാർക്ക് കളർ വേണ്ടാന്നുള്ളവർക്ക് എപ്പോഴും പേസ്റ്റൽ ഷെയ്ഡിൽ നോക്കൂലേ, അങ്ങനെ വരുമ്പോഴത്തേക്കും കുറെ കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും. ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് ഇത് 4359. അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. എനിക്ക് എന്താ വെച്ചാൽ റേറ്റ് വൈസ് വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഇവിടുത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട്. അപ്പൊ ഈ ഒരു പോർഷനിൽ വരുമ്പോൾ ഏത് സാരീസ് ഒക്കെ വെച്ചിരിക്കുന്നത്? സോഫ്റ്റ് സിൽക്കാണ് വരുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് റേറ്റ് 1199 ആ റേറ്റിൽ വരും. ഇപ്പൊ ബനാറസ് സിൽക്ക് എന്നും പറയുന്നുണ്ട് ഇതിന്. പലരും സോഫ്റ്റി ബനാറസി അല്ലെങ്കിൽ കുബേര സിൽക്ക് ഇതൊക്കെ പേര് നമ്മൾ ഇടുന്ന പേരാണ്. അതിന്റെ തന്നെ സെൽഫായിട്ടും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട്. സാരി ഇഷ്ടംപോലെ സാരി കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എപ്പോഴും വെറൈറ്റികളാണ് മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വെഡ്ഡിങ് സാരി മാത്രമല്ല, ഫാൻസി സാരികൾ, കോട്ടൺ സാരികൾ എല്ലാം നമുക്കിവിടെ തന്നെ ഉണ്ട്. ഫാൻസി സാരിയുടെ കുറച്ച് കാണിക്കാം. ഓക്കെ. അത് ഏത് സൈഡിലാണ്? ഇവിടെ തന്നെ കാണിക്കാം. ഈ സൈഡിൽ തന്നെയാണ്. ഓക്കെ. ഓർഗൻസ മെറ്റീരിയൽ. ഇതാകുമ്പോൾ ത്രെഡ് വർക്ക് മാത്രം, മുന്താണിയും ബോർഡറും മാത്രം വർക്ക് വരാം. ഇത് ഓർഗൻസ. ഇത് സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് 1520 ആയിരുന്നു ഓർഗൻസയിൽ. പിന്നെ അതിൻ്റെ തന്നെ ഇത്രയും കൂടെ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൂടെ കൂടി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ റേറ്റ് മാറ്റമുണ്ട്. ഇത് 3259 ആ റേറ്റിൽ വരും. റേഞ്ച് വൈസ് ഒക്കെ അടിപൊളിയാണ്. ഇത് ഇവിടെ ഇരുന്നോട്ടെ, ചേച്ചി പറഞ്ഞോളൂ. ഇതിലാകുമ്പോൾ സ്റ്റോൺ വർക്ക് സീക്വൻസ് വർക്കാണ് വരുന്നത് അല്ലേ? പിന്നെ അടുത്തത് നെറ്റിൻ്റെ മെറ്റീരിയൽ, ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്നത്. ട്രാൻസ്പെറന്റ് ആയിട്ട്. ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് 1520. അടുത്ത റേറ്റ് വരുമ്പോഴത്തേക്കും ഈ വർക്ക് ഡിഫറൻസ് വരുന്നതനുസരിച്ച് റേറ്റ് മാറ്റമുണ്ട്. ഇതിപ്പോൾ കാണിച്ചിരിക്കുന്ന 2749 ആ റേറ്റ് വരുന്നത്. ഇതില് ആകുമ്പോ നമുക്ക് ബ്ലൗസ് പീസ് ഇങ്ങനെ മുറിച്ചെടുക്കണമെങ്കിൽ താഴ്ത്തുവാണെങ്കിൽ ഇൻസൈഡ് ബ്ലൗസ് പീസ് ഉണ്ട്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം പാറ്റേൺ ബ്ലൗസ് പീസ് മെറ്റീരിയൽ താഴെയുണ്ട്. മെറ്റീരിയൽസിന്റെ ഒരു കൗണ്ടർ തന്നെയുണ്ട്. ഇത് പിന്നെ അടുത്ത ഐറ്റം ജൂട്ടിന്റെ മെറ്റീരിയൽ. ഇത് ഫുൾ വീവിംഗ് ആണ് അല്ലേ? ഫ്രഞ്ച് വർക്കാണ് വരുന്നത്. ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ. ഈ കാണുന്ന നോട്ടുകൾ മൊത്തം വരുന്നത് ഇത് മുന്താണിയിലാണ്. അത് കൂടാണ്ട് നടുക്കിലും ഇങ്ങനെ ഇൻസൈഡിലേക്ക് ഓരോ ബുട്ട വർക്കുകൾ വരുന്നുണ്ട്. ഇത് ബോർഡർലെസ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ തന്നെ ബോർഡർ ഉള്ള ഒരു ഐറ്റം. സെയിം മെറ്റീരിയൽ. ഇതിനകത്ത് ബോർഡറും കൂടെ കൂടി വരുന്നുണ്ട്. ബ്ലാക്ക് ഇപ്പം കുറേ മോഡലാലോ. അതെ. ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അതിൽ മൾട്ടി ത്രെഡിൻ്റെ വർക്കാണ് കേട്ടോ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. മൾട്ടി ത്രെഡിൻ്റെ ഡീറ്റെയിലിങ്. അപ്പോൾ ഇത് ഫുൾ എംബ്രോയിഡറിയിൽ വരുന്ന വർക്കാണ്. അത് കൂടാതെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് മൊത്തം ഇത് ഫാൻസിയിൽ വരുന്നത് അല്ലേ? ഈ ഫാൻസിയുടെ പിന്നെ കോട്ടൻ്റെ കുറച്ച് വെറൈറ്റികൾ നോക്കാം നമുക്ക്. കോട്ടൻ്റെ സെക്ഷനിൽ. ഓക്കെ. കോട്ടൺ എന്ന് പറയുമ്പോൾ പ്യുവർ ഹാൻഡ്ലൂമിൽ വരുന്ന ഹാൻഡ്ലൂം കോട്ടൺ. ഇത് പ്രിന്റഡ് സിൽക്കിൻ്റെ ഒരു പാറ്റേൺ ആണ്. കോട്ടൺ അല്ല, പ്രിന്റഡ് സിൽക്കിൻ്റെ പാറ്റേൺ.
ഇത് നമ്മൾ താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള സാരി അല്ലേ, അതെ അതെ ഡിസ്പ്ലേയിൽ ഒടിപ്പിച്ചിട്ടില്ലേ, അവിടെ ആ. ഓക്കെ. അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്. ഇത് ഏതാ മെറ്റീരിയൽ? പ്രിന്റഡ് സിൽക്കിന്റെ ഒക്കെ മെറ്റീരിയൽ. പിന്നെ ഇതും സെയിം അതിൽ തന്നെയാ? ആ, അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്. ഓക്കെ. പിന്നെ ഇത് കോറ സിൽക്ക്, അത് ബോർഡർ ഉള്ളത്, ബോർഡർ ഉണ്ട്, മുന്താണി വർക്ക് ഉണ്ട്. ഇപ്പം അത്യാവശ്യം കല്യാണം കൂടാനായിട്ട് എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഒക്കെ അങ്ങനെയൊക്കെ കൊടുക്കാൻ പാകത്തിന് ഒരു 1629 ആ ഒരു റേറ്റേ വരുന്നുള്ളൂ. ഇതും വിത്ത് ബ്ലൗസ് ആണ്. ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഫുൾ ബ്രോക്കേഡ് ആയിട്ടായിരിക്കും വരാം. ബ്ലൗസ് പീസ് ഉണ്ട് ഇതിനകത്ത്. ഫുൾ ബ്രോക്കേഡിൽ വരുന്നത്. ഇതതിൻ്റെ തന്നെ കളർ ചേഞ്ച്. കോട്ടൺ നമുക്കിപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് 399 റേറ്റ് മുതൽ 3100 റേറ്റിൻ്റെ ഐറ്റം വരെ ഉണ്ട്. ഇതിപ്പോൾ 2999 ആ റേറ്റ് വരുന്ന കോൺട്രാസ്റ്റിൽ. ആ, പ്യുർ കോട്ടൺ ആണ്, ഹാൻഡ്ലൂം കോട്ടൺ. ഇത് മുന്താണി ത്രെഡ് വർക്ക്, പ്ലെയിൻ ബ്ലൗസ് പീസ്, കൈക്ക് ബോർഡർ ആയിട്ട് വരും. അതിൻ്റെ തന്നെ കളർ ചേഞ്ച്. എന്നുവെച്ചാൽ നേരത്തെ കാണിച്ചത് പേസ്റ്റിൽ, ഇതിന്റെ ഡാർക്ക് ഷെയ്ഡ് ഡാർക്കിൽ വരുന്നത്. ഇതും കോട്ടൺ തന്നെ വേറൊരു പാട്ട്. ഇതും ഹാൻഡ്ലൂം കോട്ടൺ തന്നെ. ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നു. ഇതിന്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും, മുന്താണി ത്രെഡ് വർക്ക് ഉണ്ട്. ഇത് ഫുൾ വീവിംഗ് ആണ് കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടറിയാം നമുക്ക്. ഫുൾ വീവിംഗ് ആണ് വരുന്ന വർക്ക് എന്ന് പറയാനായിട്ട്. ഇൻസൈഡിലേക്കും വർക്കുണ്ട്, ബോർഡർ ഉണ്ട്. സിമ്പിളായിട്ട് കസവൊക്കെ ഉണ്ട്. ഈ സിൽക്ക് സാരി ഒന്നും ഉപയോഗിക്കാത്ത അമ്മച്ചിമാർക്കൊക്കെ കൊടുക്കാൻ സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പൊ ഇത് വീവിംഗ് ആണ് കേട്ടോ. ഈ കണ്ണ് വർക്ക് കണ്ടു. വീവിംഗ് അല്ലാണ്ട് പ്രിന്റ് ടൈപ്പ് ആയിട്ടും വരുന്നുണ്ടോ? പ്രിന്റ് ടൈപ്പും ഉണ്ട്. ഇതിനകത്തും സെമി ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത്. മുന്താണി കോൺട്രാസ്റ്റ് അല്ല, സെൽഫായിട്ട് സൈഡ് ബോർഡർ മാത്രം കോൺട്രാസ്റ്റ് കളറിൽ വരും. ഓക്കെ. അതും കോട്ടണിൽ തന്നെ, പ്യുർ കോട്ടൺ, ഹാൻഡ്ലൂം കോട്ടൺ. ഇത് വന്നിട്ട് സെമി കോട്ടൺ ആണ്. സൈഡ് ബോർഡർ ഇപ്പോൾ സിൽവർ വർക്ക്, ബാത്തിക് പ്രിന്റ് ഇപ്പോൾ ഒരുപാട് ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റാ. ഇതിന്റെ ഫ്ലോറസെന്റ് ബ്ലൂ ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ബ്ലൂ അല്ല, ഇൻഡിഗോ കളർ എപ്പോഴും കാണുന്നതുകൊണ്ട് നമ്മൾ റെഡ് എടുത്തു മാത്രം. ഇത് നെറ്റ് കോട്ടൺ ആണ്. നെറ്റ് കോട്ടൺ വരുമ്പോൾ ഇതിനകത്ത് സൈഡ് ബോർഡറും മുന്താണിയും ത്രെഡ് വർക്ക് വിത്ത് ബ്ലൗസ് ആണ്. ബ്ലൗസ് പീസും ഫുള്ള് ത്രെഡ് വർക്കാ വരാം. ഇത് വരും. ഇത് 1100 ആ റേറ്റ്. അതിന്റെ തന്നെ കളർ ചേഞ്ച് അല്ലേ? ഓക്കെ. പിന്നെ വരുന്ന കളക്ഷൻ ഇത് വന്നിട്ട് റോസ് സിൽക്കിന്റെ, റോസ് സിൽക്കാണ്. ഫാൻസി സാരിയിൽ വരുന്ന ഐറ്റംസ് ഇതല്ല. ഇതിനകത്തും മുന്താണി അത്യാവശ്യം ത്രെഡ് വർക്കാണ്, വിത്ത് ബ്ലൗസ് ആണ് എല്ലാം. ഇത് 2429 റേറ്റ് വരും. ഇതില് ഹക്കോബേര വർക്കില് കട്ട് വർക്കാണ് ഇതില് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തും വിത്ത് ബ്ലൗസ് ആണ്. ഇത് വന്നിട്ട് ട്രസർ സിൽക്കിന്റെ മെറ്റീരിയൽ. ഇതിനകത്ത് സൈഡ് ബോർഡർ സിൽവർ ബോർഡറും ബോഡി ഫുള്ള് ബാത്തിക് പ്രിന്റ് ആയിട്ട് വരും. ഇതൊക്കെ റേഞ്ച് വരുന്നത്? ഇത് 999 ടെസറിൽ. ഇതിന്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ബ്ലൗസ്, കൈക്ക് ബോർഡർ ആയിട്ട് വരും. ഓക്കെ. ഇതാ റോസ് സിൽക്കിന്റെ തന്നെ കളർ ചേഞ്ചാ. അതിൽ ത്രെഡ് വർക്ക് ആണ് ഫുള്ള്. ഇതും ടെസർ സിൽക്കിന്റെ തന്നെ വേറൊരു പാറ്റേൺ. ഇതില്ലേ? ഇതിനകത്ത് ബോർഡർ ജെറി ബോർഡർ ആയിരിക്കും വരും. കോട്ടന്റെ തന്നെ. അടുത്തത് വരുന്നത് കോട്ടന്റെ തന്നെ. ഇത് നെറ്റ് കോട്ടൺ തന്നെ. ഇപ്പൊ നമ്മൾ ചിക്കൻ വർക്കൊക്കെ നേരത്തെ കണ്ടുകൊണ്ടിരുന്നില്ലേ, ഏകദേശം ആ ഒരു പാറ്റേണിലാണ്. ഇതും വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്ന ഐറ്റമാണ്. ഓക്കെ. അത് കൊടുത്തു വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുള്ള ഫോട്ടോസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതൊക്കെ ഏകദേശം എത്ര റേഞ്ച് വരും? ഇത് 1399. കോട്ടൺ ചെക്കിലാണ് ഇത്. നെറ്റ് കോട്ടൺ, പ്യുർ കോട്ടൺ. അത് എന്താണ് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഒരെണ്ണം വർത്തിയാലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ? പിന്നെ കളേഴ്സും ഉണ്ട്. കളർ ചേഞ്ച് ഇഷ്ടംപോലെ പീസുകളുണ്ടോ നമുക്ക്. ഇതിൽ ബ്ലൗസ്, ഇതിനകത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും. ഈ കോട്ടൺ അല്ല, പ്ലെയിൻ കോട്ടൺ ആണ് വരുന്ന ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് വരും, പ്ലെയിൻ കോട്ടൺ. പ്ലെയിൻ കോട്ടണിൽ അത് സെപ്പറേറ്റ് നമുക്ക് വേണമെങ്കിൽ തയ്ച്ചിടാം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസൈനറായിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇപ്പോഴത്തെ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം ഇത് തന്നെ കോട്ടന്റെ സെക്ഷൻ തന്നെയാണ്. കോട്ടൺ സെക്ഷൻ പോളി കോട്ടൺ ഉണ്ട്. അതിനകത്ത് സിന്തറ്റിക് ടെസർ മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ഇത് കളേഴ്സ് ഒക്കെ ഭംഗിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കളർ ബേസ് അറേഞ്ച് ചെയ്ത. ഇത് സിന്തറ്റിക് ആണ് ഈ സാരി. നമുക്ക് സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന. കാരണം ഇതൊക്കെ ഈ സൈഡ് ബോർഡർ സിൽവർ ബോർഡറും റോസ് ബോർഡും അങ്ങനെയുള്ള ഐറ്റംസ് ആണ് തന്നെ. റോസ് ഗോൾഡ് അല്ലേ? അത് കളേഴ്സ് ആയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ കളേഴ്സ് ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് അതിനനുസരിച്ച് എടുക്കാൻ വേണ്ടിട്ടല്ലേ. ഗ്രീൻ വേണമെങ്കിൽ ഗ്രീനില്, ഏത് കളറായാലും ഉണ്ട്. ഇതിപ്പോ ഗ്രേ കളറ്, അതുപോലെ തന്നെ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, അങ്ങനെ അത് ഓർഗനൈസ് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോ അപ്പുറത്തെ സൈഡിലേക്ക് പോയാലോ? നമുക്ക് ബെഡ് ലെഹങ്ക നോക്കാം. ലെഹങ്കര സെക്ഷൻ. ലെഹങ്കയും ഇവിടെ തന്നെയാണ് കേട്ടോ. ഇത് ബ്രൈഡൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെഹങ്കര സെക്ഷൻ. ഇനി വട്ടം കറങ്ങിയിട്ട് വേണം അവിടേക്ക് എത്താം. അപ്പോൾ ലെഹങ്കര കൂടെ ഇവിടെ നമുക്ക് ട്രഡീഷണൽ കൂടി കാണുന്നുണ്ടല്ലോ. ട്രഡീഷണലും ഉണ്ട് ഈ ഒരു സ്ഥലത്ത് അല്ലേ? ഓക്കെ. അപ്പോൾ ലെഹങ്ക കണ്ടിട്ട് നമുക്ക് ട്രഡീഷണലിലേക്ക് പോവാം അല്ലേ? അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാതെ എല്ലാത്തിനും നമ്മൾ സാരി മാത്രം ഒരു പാറ്റേൺ അങ്ങ് പോവാം. അതെ. സെറ്റ് സാരിയിൽ വന്നിട്ട് ചെക്ക്, ഇപ്പോൾ ടിഷ്യൂല് ചെക്ക് വരുന്ന ഐറ്റം.
ഇതൊക്കെ കാണിക്കുന്നത് പ്യുവർ ആയിരിക്കും, പ്യുവർ ഹാൻഡ്ലൂമിൽ വരുന്നതാണ്. കുത്താമ്പള്ളി ഇത് സെറ്റ് സാരിയാണ് എല്ലാം വന്നിരിക്കുന്നത്. ഇത് ബ്രൈഡലിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ റേഞ്ച് ഒക്കെ എത്ര ഏകദേശം വരും ഈ ഹാൻഡ്ലൂമിൽ വരുമ്പോ? ഇത് 1100 റേറ്റ് വരും ഇപ്പം ഈ ഒരു ഹാൻഡ്ലൂമിൽ വരുന്നത് അല്ലേ? അതിൻ്റെ തന്നെ സ്ട്രൈപ്സ് മോഡൽ ടിഷ്യൂല്. ഇതൊക്കെ നമുക്ക് ബ്രൈഡിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ബ്രൈഡ് വേണ്ട, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഹാൻഡ്ലൂം, ചിലർ ഹാൻഡ്ലൂം മാത്രം യൂസ് ചെയ്യണവരുണ്ടാവും. ഇപ്പൊ നമ്മൾ നോർമലി എല്ലാവരും ഇത് ഉടുക്കുന്നുണ്ട് ഫംഗ്ഷൻ അല്ലാതെ. പിന്നെ അതിന്റെ തന്നെ ടിഷ്യൂ മോഡലില് ടെമ്പിൾ ബോർഡർ, കളർ ബോർഡർ ആയിട്ട് വരും. പിന്നെ കാണുന്നത് ഫുൾ പ്രിന്റ് ആണ് കേട്ടോ. അത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. ബ്രൈഡൽസിന് വേണമെങ്കിൽ മുന്താണി ഹെവി വർക്കുള്ള ആയിട്ട് വരുന്നുണ്ട്. ഇതേപോലെ ഇതൊക്കെ ഒരു 1000-1200 റേറ്റ് താഴെയായിട്ടാ വരുന്നുള്ളൂ. അതെ അല്ലേ? അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ളത്. പിന്നെ 6.5 മീറ്റർ ഉണ്ട് കേട്ടോ. 625 വിത്ത് ബ്ലൗസ്, എല്ലാത്തിനകത്തും ബ്ലൗസ് ഉണ്ട്. ഇതെല്ലാം ഡിഫറെന്റ് വർക്കായിട്ടായിരിക്കും തന്നെ. ടിഷ്യൂല് തന്നെ കളർ ബോർഡറുകൾ ചേഞ്ച് ഉള്ളതായിട്ട്. ഇതാകുമ്പോ വേറെ ഡിഫറെന്റ് ആയില്ല. ഇതിനാകുമ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആയാലും യൂസ് ചെയ്യാം. വിത്ത് ബ്ലൗസ് ഉണ്ട് ഓൾറെഡി, കോൺട്രാസ്റ്റ് വേണമെങ്കിലും. പിന്നെ അതിൻ്റെ തന്നെ കളർ പാറ്റേൺ, ഇതിന്റെ പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി പോകും. അതുപോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. പണ്ടത്തെ പോലെ ഇങ്ങനെ ഇത് ഒരുപാട് സ്റ്റാർച്ച് ഇല്ലാത്തൊരു ഐറ്റം. പണ്ടൊക്കെ നമ്മൾ സെറ്റ് സാരി ഒക്കെ പഠിക്കുമ്പോൾ ഭയങ്കര സ്റ്റിഫ് ആയിട്ട് നിൽക്കും. ഇത് അങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിൾ. ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ടിഷ്യൂവിൽ ഒരു കളർ, വേറൊരു വെറൈറ്റി കളർ വന്നത്. നമ്മൾ യെല്ലോയിഷ് ആയിരിക്കും അധികം ടിഷ്യൂവിൽ കാണുന്ന പാറ്റേൺ. ഇതാകുമ്പോൾ ഒരു ഗോൾഡനിഷ് കൂടിയ ഒരു പാറ്റേൺ ആണ്. ഭയങ്കര സട്ടൽ ആയിട്ടുള്ള ഗോൾഡ് മെറ്റീരിയൽ. ഇതിപ്പോൾ റേറ്റ് വന്നിട്ട് 799. അത്രേ ഉള്ളൂ. വിത്ത് ബ്ലൗസ് ആണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ. അപ്പോൾ ഇത് പറഞ്ഞ സിംഗിൾ പീസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാട്ടോ. ഇതൊക്കെ കൊറിയർ നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇനി ഡയറക്റ്റ് വരണമെങ്കിൽ കുറേ വെറൈറ്റീസ് നമുക്ക് കാണിക്കാം. ഓർഡറുകൾ നമ്മൾ മേടിക്കാറുണ്ട് കേട്ടോ ഈ ഐറ്റത്തിൻ്റെ ഒക്കെ. ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താലം, മറ്റേ ഇപ്പോൾ ഉത്സവ സീസൺസ് അല്ലേ, ആ ടൈമിൽ ഓർഡറുകൾ നമ്മൾ കൊടുത്ത് ഇപ്പൊ അമ്പലം ഔഷധത്തിന് ചിലപ്പോൾ വന്ന് പറയാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. ബ്ലൗസ് പീസും കൂടെ കൂടി ആ കൂടുതൽ സെറ്റ് ചെയ്തെല്ലാം അറേഞ്ച് ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ അങ്ങനത്തെ ആവശ്യത്തിന് ഒരു 10, 20, 30 പീസൊക്കെ വേണമെന്ന് പറയണേ, മുൻകൂട്ടി ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് വരുത്തിച്ച് തരുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഈ ഒരു ട്രഡീഷണൽ വെയറിൽ ഇരിക്കുന്നത്. സെറ്റ് സാരീസ് മാത്രം, സെറ്റ് മുണ്ടും ഇതിലുണ്ട്. സെറ്റ് ധോത്തി ഉണ്ട്. മുണ്ടും സാരീസ് രണ്ടും ഈ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ഹാൻഡ്ലൂം ഉണ്ട്, പവർലൂം ഉണ്ട് അല്ലേ, രണ്ടും ഉണ്ട്. ഇനി ലെഹങ്കര സെക്ഷനിലേക്ക് പോകാം അല്ലേ നമുക്ക്. വെഡിങ് ലെഹങ്ക വന്നിട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് 1299 ആ റേറ്റ് മുതലുണ്ട്. ഓക്കെ, വെഡിങ് ലെഹങ്കകളുടെ സെക്ഷൻ. അപ്പോൾ ലെഹങ്ക നോക്കുകയാണെങ്കിൽ ഇതാ സെമിയാണ് വരുന്നത്. ഇതിങ്ങനെ സെമി സ്റ്റിച്ചഡ് ആണ്. അത് ഇതിങ്ങനെ ആയിട്ട് വരും. ബ്ലൗസ് പീസ്, ലൈനിങ്, ഷോൾ ഉൾപ്പെടെ. ഇനി ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിലും ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക്. നെറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ലൈനിങ് അടക്കമായിരിക്കുമല്ലോ ഇതിൽ. ലൈനിങ് ഉണ്ട്. ഇത് ലൈനിങ്ങിൻ്റെ പോർഷൻ, ഇത് മുകളിലേക്ക് ബ്ലൗസിൻ്റെ വരുന്നത്. ഇതിപ്പോൾ ഒരു 3400 സംതിങ് വരുന്ന ഒരു ഐറ്റമാണ്. ഇതാണോ ഇതിൻ്റെ റേറ്റ്? അത് 1299 ആ റേറ്റ് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ്. അതൊരു 1100. പിന്നെ ഇത് വരുന്നത് ഇതിപ്പോൾ 3429 ആ റേറ്റ് വരും. അതിൽ നെറ്റിൽ തന്നെ കേട്ടോ ഫുൾ വർക്കായിട്ട് വരുന്നത്. പിന്നെ അതിൽ പ്ലസ് സൈസുകാർ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ കിട്ടൂലോ. എല്ലാ ഫ്രീ സൈസ് ആയിട്ട് തന്നെയാണ് വരാം. അത് നമ്മുടെ മെഷർമെന്റിൽ നമുക്ക് ഓൾട്ടറേഷൻ ചെയ്തെടുക്കാം. ഇത് ദുപ്പട്ട വരുന്നത്, അതുപോലെ തന്നെ ഇതിൽ ബ്ലൗസ് വരുന്നത്. എല്ലാത്തിനകത്തും ബ്ലൗസ് പീസും ലൈനിങ്ങും ഷോളും ഉണ്ട്. ഇതാകുമ്പോൾ വെൽവെറ്റിൽ വരുന്ന ഒരു പാറ്റേൺ, കുറച്ചുകൂടി ഹെവിയാണ്. ഇതൊരു 7000 ആ റേറ്റ് ഒക്കെ വരും. വെൽവെറ്റ് ആയതുകൊണ്ട് പിന്നെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് വന്നു. സ്റ്റോൺ വർക്കും ഗോൾഡൻ വർക്കും കൂടെ കേട്ടോ അതില്. പിന്നെ ദുപ്പട്ട വരുന്നതും സ്റ്റോണിന്റെ വർക്കിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ദുപ്പട്ട ഇതാ ഫുൾ സ്റ്റോണിന്റെ വർക്കും അതുപോലെ തന്നെ കോഡിങ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് വെൽവെറ്റിൽ ഇങ്ങനെ ഒരു വർക്ക്, ഫുൾ ബാക്കിലൊക്കെ വർക്ക് വന്നിട്ടുണ്ടല്ലേ. ഫ്രണ്ടും ബാക്കും ഫുൾ വർക്കാ. പിന്നെ അതിന്റെ കൈക്കും കിട്ടും, കൈ ഇവിടെ കൈക്കും വർക്ക് ഉണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ ഫുൾ വർക്കിൽ വരുന്ന കളേഴ്സ് ഉണ്ട് കേട്ടോ. അല്ല ഇതൊക്കെ ആ ഒരു ഇതിന്റെ കളക്ഷൻസാണ് വരുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സിന് പല പല കളേഴ്സ് ഉണ്ട്. അതിൽ വർക്കുകളും മാറി 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 നിൽക്കും അല്ലേ. ഇത് വേറെ ഡിസൈൻ വെൽവെറ്റ് തന്നെ, ഇത്തിരി കൂടെ ഗോൾഡൻ. ഇതാകുമ്പോൾ നമ്മളൊരു സിൽവർ പാറ്റേൺ അല്ലേ വേണ്ടേ, ഇതിനകത്താകുമ്പോൾ ഫുൾ ഗോൾഡൻ വർക്കായിട്ടായിരിക്കും. ഇതാകുമ്പോൾ മെറൂണിൽ വരുന്നത്. ഇതാ മെറൂണിൽ വരുന്ന ലെഹങ്ക ഫുൾ വർക്കായിട്ടുള്ളത്. ഇതാ ഇതിലും ഇത് നേരത്തെ കണ്ടത് സിൽവർ, ഇത് ഗോൾഡിൽ കേട്ടോ. ഗോൾഡിൽ ഇതുപോലെ തന്നെ അടിയിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ട വരുന്നത് നമുക്ക് നെറ്റിൻ്റെ
പിന്നെ ബ്ലൗസ് ബ്ലൗസ് പീസ് വരുന്നത് വെൽവെറ്റ് കേട്ടോ. ഇതാ അതിലും ഫുൾ വർക്ക്, കൈക്കും ബാക്കും ഫ്രണ്ട് എല്ലാത്തിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, എല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ആ ഒരു ലെഹങ്കയുടെ കളക്ഷൻസ് ആണ് വരുന്നത്. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത നല്ല നല്ല വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്താ പറയുന്നത്? ഇത് ലെഹങ്ക തന്നെ സ്റ്റാർട്ടിംഗ് റേറ്റിൽ 1299 അതിന്റെ കളക്ഷൻസ് ആണ് അത്. ഈ 1299 കളക്ഷൻസ് ആണ് ഈ മൊത്തം കാണുന്നത് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് സാരീസ്. ഈ സാരീസ് കോട്ടൺ സാരീസ്, അത് 399 മുതൽ ഒരു 1000 ബിലോ ആ ഒരു റേഞ്ചിലുള്ള കോട്ടന്റെ മാത്രമായിട്ട് വരുന്നത് അല്ലേ. പിന്നെ ഇവിടെ എന്താ സംഭവം? അത് ബ്രൈഡൽ ഗൗൺസ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. നോർമൽ ഒരു 1469 ആ റേറ്റ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഗൗൺസിൽ മാത്രമായിട്ട് നമുക്ക് ബ്രൈഡൽ അല്ല, ബ്രൈഡലിന്റെ കൂടെ ചേച്ചിക്ക് അനിയത്തിക്കൊക്കെ നിൽക്കണമെങ്കിൽ അതിനാവശ്യമുള്ളത്. ഇതെന്തൊരു പാക്ക് പൊളിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു വെഡ്ഡിങ് ഗൗണാണ്. വെഡ്ഡിങ് ഗൗൺ ഇതാ. അപ്പോൾ വെഡ്ഡിങ് ഗൗണ് സാധാരണ ആൾക്കാർ വൈറ്റ് ഒക്കെ കൂടുതൽ പണ്ട് വൈറ്റ് ഒക്കെ പോയി, ഇപ്പൊ കൂടുതൽ കളേഴ്സ് ആയിരിക്കും അധികം. അതെ. അപ്പൊ ഇതൊക്കെ റേഞ്ച് ഈ വെഡ്ഡിങ് ഗൗണിൽ വരുമ്പോ എത്ര വരും? ഇതിപ്പോ നമുക്ക് 4000 മുതലുള്ള സ്റ്റാർട്ടിംഗ് റേറ്റ് ഉണ്ട് ഗൗൺസിൽ, വെഡ്ഡിങ് ഗൗൺസിൽ. അത് പേസ്റ്റൽ ഷെയ്ഡിലാണ് കൂടുതൽ അല്ലേ. ഇതിന്റെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ പേസ്റ്റലാണ്, അതുപോലെ തന്നെ വർക്കൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ ഓൾട്രേഷൻ ഒന്നും നടക്കണ്ട, കറക്റ്റ് ആ ഒരു സൈസിലാണ് കിട്ടും. അതിന്റെ വേറൊരു കളർ ചേഞ്ച് ആണ്. ഇതിപ്പോ ഒരു 8199 ആ റേറ്റാ വരുന്നത്. ഏത് ഈ മറൂണ്? ഇത് നോക്കട്ടെ. ഇതും സെയിം അതിൽ തന്നെ കളർ ചേഞ്ച്. ഓ അപ്പൊ അതിനും 8000 ആ ഒരു റേറ്റ് വരുന്നത് അല്ലേ. ഓക്കെ. ഇതാ അപ്പോൾ ഇതിൽ 2 കളക്ഷൻസ് നമ്മൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഫുൾ വെഡ്ഡിങ് സാരീസ്, വെഡ്ഡിങ് ഗൗൺ, ലെഹങ്കാസ്, കളർ ചോയ്സ് അധികം ഉണ്ട്. പേസ്റ്റൽ കളേഴ്സ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, എല്ലാ കളറുകളും നമുക്കുണ്ട് ഇപ്പോൾ ഇവിടെ. ഓക്കെ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ പിന്നെ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ലൊരു എന്താ ഷെയ്ഡ് അതിന് പറയാ? ഇത് ലാവണ്ടർ ഷെയ്ഡ് ഒക്കെ ആയിട്ട് വരും. ലൈറ്റ് ലാവണ്ടർ പർപ്പിൾ ഷെയ്ഡ് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. ചേച്ചിയാണ് ഓടിപ്പിച്ചത്? ഇല്ല, പിള്ളേരെല്ലാരും കൂടെ സാരി സെറ്റ് ചെയ്തു ആ ടൈമില്. പിള്ളേരെല്ലാവരും കൂടി സെറ്റ് ചെയ്തതാ. നല്ല രസമായിട്ടുണ്ട് കേട്ടോ ആ അറേഞ്ച് ചെയ്ത. പിന്നെ സാരിയൊക്കെ ഉടുപ്പിക്കാൻ അറിയണവർക്കാണെങ്കിൽ നല്ല ഭംഗിയില്ല. ഇതും ആ ഒരു 1000 കാണിച്ച ആ ഒരു റേഞ്ചാണ്? അല്ലല്ല, ഇതിപ്പോ വന്നിട്ട് 8499 റേറ്റ്. ആ ഒരു റേഞ്ചിലുള്ള സാരിയാണല്ലേ അത്. ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചില്ലി റെഡ്, നല്ല ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇത്ര ഹെവി വർക്ക് തോന്നുന്നുണ്ടെങ്കിലും അത്രയും ഹെവിനെസ് അല്ല, ലൈറ്റ് ആണ്. ഹെവി ആണെങ്കിലും ഉടുക്കാൻ ലൈറ്റ് ആണ്. നമുക്ക് ഏറ്റവും പിടിച്ചു നോക്കുമ്പോൾ മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ്. അങ്ങനെ. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു വെഡ്ഡിങ് കളക്ഷൻസിൽ വരുന്നത്. ഇനി ഞങ്ങൾ പെണ്ണുങ്ങൾക്കുള്ളതായി, ആണുങ്ങൾക്ക് ഇനി ഷർട്ട് വേണം, മെൻസ് സെക്ഷൻ. അപ്പോൾ ഇതൊന്നും താങ്ക് യു ചേച്ചി, താങ്ക് യു. കുറേ ഡീറ്റെയിൽസ് കാണിച്ചു തന്നതിന്. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇനി വെഡ്ഡിങ് ആണുങ്ങൾക്ക് പറ്റിയിട്ടുള്ള കുറേ ബ്രാൻഡഡ് ഷർട്ടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വെഡിങ് കഴിഞ്ഞില്ലേ ലേഡീസിന്റെ കഴിഞ്ഞു? എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു കേട്ടോ. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തോ ഒരു എക്സിബിഷൻ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഫീലിംഗ്. ഇനി ആണുങ്ങളുടെ ഒരു സെക്ഷനിലേക്കാണ്, മെൻസിന്റെ സെക്ഷനിലാണ്. ഇവിടെ എന്താണ് വെറൈറ്റി ഉള്ളത്? ഇവിടെ തുടങ്ങിക്കോ. അപ്പൊ ഇത് ഇങ്ങോട്ടൊന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ ഇത് മൊത്തം ആണുങ്ങളുടെ സെക്ഷനിലാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ വെറൈറ്റീസ് വരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ 199 നമുക്ക് ഷർട്ട്സ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് ശരിക്കും റെഗുലർ യൂസിന് വേണ്ടി, റെഫ്യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് നമുക്കത്. ഇതെല്ലാം നമുക്ക് അങ്ങനത്തെ വന്ന കളക്ഷൻസ് ആണ്. അത് 199 മുതൽ ആ റേഞ്ച് സ്റ്റാർട്ടിംഗ് എല്ലാം ഉണ്ട്. അതുകൂടാതെ പിന്നെ വരുന്നത് നമുക്ക് കാഷ്വൽസ്, ആ സൈഡിൽ കാഷ്വൽസ് വരുന്നുണ്ട്. ഇത് ഈ 199 ഒന്ന് 2-3 കാണിക്കൂ. ഇതിന്റെ സ്ലീവുള്ളതും സ്ലീവ് ഇല്ലാത്തതും എല്ലാത്തിനും ഏകദേശം ആ റേഞ്ച് ഒക്കെ തന്നെയാണ് നമുക്ക് വരുന്നത്. കാഷ്വൽ ആയിട്ട് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചെക്സ് ആണ് കൂടുതലും ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് റെഫ്യൂസ് ആയിട്ട് ഡെയിലി യൂസിന് വേണ്ടി ഒരുപാട് പേര് നമുക്ക് ഇവിടെ റെഫറൻസ് ചെയ്യാറുണ്ട്. പിന്നെ 3 അത് ഈ ബ്രാൻഡ് എല്ലാ കളക്ഷൻസ് 199 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതൊക്കെ 199 അതിൽ പല പല വെറൈറ്റീസും വരുന്നുണ്ട്. പിന്നെ കുറച്ച് റേഞ്ചൊക്കെ മാറുമ്പോൾ തന്നെ നമുക്ക് അത് 399, 299 ആ റേഞ്ചിലിടും. 2 ഡബിൾ ഷെയ്ഡ് പ്രിന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതേ സംഭവം തന്നെ നമുക്കൊരു 699 റേഞ്ചിലും നല്ല മെറ്റീരിയൽ വ്യത്യാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ കാഷ്വൽസിൽ കൂടുതലും ഇതെല്ലാം ഫോർമൽസ് ആണ്. അതെന്ന് വെച്ചാൽ സെമി ഫോർമൽസ് കളക്ഷൻസ് ആണ്. അത് ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും ഉണ്ട്. ബ്രാൻഡിന്റെ കാര്യം പറയുമ്പോൾ ഏതൊക്കെ ബ്രാൻഡ്സ് ഇവിടെ കൂടുതലുള്ളത്? നമുക്ക് വരുന്നത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് LP പോലത്തെ ബ്രാൻഡ് ഉണ്ട്. അത് പിന്നെ LP വാനുസൈൻ ഉണ്ട്, പീറ്റർ ഉണ്ട്. അതുകൂടാതെയാണ് നമുക്ക് വരുന്നത് ഓട്ടോ. ഓക്കെ. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് കൂടാണ്ട് നമുക്ക് സാധാരണക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെന്ന് വെച്ചാൽ അതും ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കാഷ്വൽ സെക്ഷൻസ് ആണ്. ഇവിടെയാണ് കൂടുതൽ പ്രിന്റഡ് ആയിട്ടുള്ള കളക്ഷൻസ്. അതായത് നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ നോക്കി വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻസ്. അതിൽ നിന്ന് 2-3 എടുത്ത് കാണിക്കൂ. കാണിച്ചു തരാം.
ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, പോപ്കോൺ മെറ്റീരിയൽ അല്ലേ? ഇതിൽ കുറച്ച് ഇത് 5 സ്ലീവ് വരുന്നതാണ്. പിന്നെ വരുന്നത് ഇതൊക്കെ പ്രിന്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വരുന്നത്. ഇത് ചെത്താൻ പറ്റുന്ന പിള്ളേർക്ക് അങ്ങനത്തെ ട്രെൻഡ് ആണ്, കുറച്ച് ഓവർ ട്രെൻഡ് വേണം എന്നുള്ളത് സെക്ഷൻ വരുന്നത്. പിന്നെ അത് ഇതൊക്കെ ഒരു 699 ആ റേഞ്ച് മുതലൊക്കെ നമുക്ക് ഉണ്ടാവും. അതിൽ ഡബിൾ പോക്കറ്റ് ഉണ്ട്, സിംഗിൾ പോക്കറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ 479 വരുള്ളൂ. ഈ റേഞ്ചിലൊന്നും ആരും ഈ ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതാണ്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി കേട്ടോ. പിന്നെ സിംഗിൾ കളേഴ്സ് ഉണ്ടാവും, ഷെയ്ഡ്സ്. ഇത് ഡബിൾ ഷെയ്ഡ്സ് പോലത്തെ വരുന്ന ഐറ്റംസ് ആണ്. കോട്ടണിലാണ്, ഒട്ടുമുഖം കോട്ടണിലാണ് വരുന്നത്. പോളിസ്റ്റർ മിക്സിംഗ് ഒക്കെ വരുന്നത് വളരെ കുറവാണ്. സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട് നമുക്ക്. പിന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാൻഡ്, സെമി ബ്രാൻഡ് ഇത് കൂടാണ്ട് ഇവിടെ ധോത്തീസ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് വരുന്ന മെറ്റീരിയൽസ് വരുന്നുണ്ട്. ജെൻസിന്റെ ഷർട്ട്, പിന്നെ സൂട്ടിങ്സ്, അങ്ങനത്തെ എല്ലാ മെറ്റീരിയൽസും ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് മുറിച്ചെടുക്കാം, കട്ടിങ് എല്ലാം മുറിച്ചെടുക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും. പിന്നെ ലിനൻ ഉണ്ട്, പ്യൂർ ലിനൻ നമുക്ക് വരുന്നുണ്ട്. അത് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്, കൂടുതൽ വൈറ്റിലാണ് വരുന്നത്. നമുക്ക് പ്രായമുള്ള ആൾക്കാരാണ് ഇവിടെ നമുക്ക് ചോദിച്ചു വരുന്നതും വൈറ്റ് ആണ്. അങ്ങനെ മൂവ്മെന്റ്സും നമുക്ക് വൈറ്റ് ആണ്. അപ്പൊ അത് അങ്ങനത്തെ മെറ്റീരിയൽസ് ഉണ്ട്. അത് മീറ്റർ വൈസ് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് മുറിച്ചെടുക്കാൻ പറ്റും. അത് പിന്നെ പാന്റിന്റെ കളക്ഷൻസ്, ട്രൗസേഴ്സ് വരുന്നത്, അതും ബ്രാൻഡിൽ വരുന്നുണ്ട്. നമുക്ക് വരുന്നത് ട്രൗസർ സെക്ഷൻസിൽ അലൻസൊള്ളി, പിന്നെ വാനുസൻ, ഇങ്ങനെ പീറ്റർ ഒന്ന് രണ്ട് മൂന്ന് കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള. പിന്നെ അല്ലാതെ നമുക്ക് നോർമൽ ആയിട്ടുള്ള കളക്ഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഈ പാന്റ്സ്, ഷർട്ട്സ് ഇത് കൂടാണ്ട് ഇതിന്റെ ഉള്ളിലേക്കുള്ള ഇന്നറും ഇവിടെ കിട്ടുന്നത്. ഇന്നർ ഇവിടെ കിട്ടും, അത് ഈ ഒരു സെക്ഷനിൽ തന്നെ കിട്ടും. ഓക്കെ. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ അത് ഫോർമൽസ്, ഇത് ഫോർമൽസ് ആണ് നമുക്ക് വരുന്നത്. അത് പാൻസിൽ നമുക്ക് ഇപ്പോൾ കാഷ്വൽ ആണ് നമ്മൾ കാണിച്ചത്, കോട്ടണിൽ. ഇതും ഫോർമൽസ് വരും. ഫോർമൽസിലാകുമ്പോൾ നമുക്ക് എല്ലാ വെറൈറ്റീസ്. അത് ഇതും നമുക്ക് ഏകദേശം 699 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. 459 മുതൽ ജീൻസിൽ 459 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. ഇതിലാകുമ്പോൾ 6 സംതിങ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. അപ്പൊ ഈ പാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീൻസും നമുക്ക് സാധാ പാന്റ് തന്നെയല്ല, ജീൻസിലും എല്ലാ തരം കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോൾ 490 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ് ജീൻസ്. നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ളതാണ് 490 മുതലുള്ള റേഞ്ചിലുള്ള. കാരണം എപ്പോഴും നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടാവും ആ റേഞ്ചിൽ. അപ്പോൾ അവിടെ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. അത് കൂടാതെ തന്നെ ബ്രാൻഡ് വേറെ സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട് ജീൻസിന് തന്നെ. ജീൻസിന്. ഓക്കെ. അപ്പൊ ഇത് നോർമൽ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ വരുന്നത്. നമുക്ക് കുറച്ച് ഹെവി റേഞ്ച്, ഹെവി റേഞ്ച് റേഞ്ചിനനുസരിച്ച് അവർക്ക് ചിലവർക്ക് കുറച്ചും കൂടി ഡെനിം കൂടുതലുള്ള ഐറ്റംസ് വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സെക്ഷൻ വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മെൻസിന്റെ. അപ്പൊ ടീഷർട്ടും അല്ല, നമുക്ക് ഷർട്ടും പാൻസും ഒക്കെ കഴിഞ്ഞു. ഇത് കൂടാണ്ട് ഇവിടെ ടീഷർട്ട്, ഹുഡീസ് അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട്. നമ്മൾ കൂടുതലും സെലക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഈ ടീഷർട്ട്സ് ചെയ്യുന്നത്. അപ്പോൾ ഹുഡീസ് ഒക്കെ ചോദിച്ചു വരുന്നത് അങ്ങനത്തെ കുറച്ച് ബ്രാൻഡ് വൈസ് ഫിനിഷിംഗ് ഒക്കെ ഉള്ള ഐറ്റംസ്. ഓക്കെ. അപ്പൊ ഹുഡീസിലൊക്കെ എങ്ങനെ വരും സ്റ്റാർട്ടിംഗ് റേറ്റ്? ഹുഡീസ് ഒക്കെ നമുക്ക് വരുന്നത് ഇതേപോലെ തന്നെ 699 ആ റേഞ്ച് മുതലൊക്കെ സ്റ്റാർട്ടിംഗ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇപ്പോൾ 5 സ്ലീവിൽ തന്നെ 299 ഒക്കെ വരുന്ന 5 സ്ലീവ് ഒക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഈ 5 സ്ലീവ് അതുപോലെ തന്നെ പോപ്കോൺ മെറ്റീരിയൽ ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര സിമ്പിൾ ആയിട്ട്. അത് മാത്രമല്ല കൂടുതൽ ഫംഗ്ഷൻ വെയറിനൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഇപ്പോൾ നമുക്ക് പുതിയൊരു 2-3 കളക്ഷൻസും കൂടി വരുന്നുണ്ട്. അത് ചെക്സിൽ തന്നെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഷർട്ട്. പിന്നെ നമ്മൾ കൂടുതലും ചെയ്യുന്ന ബ്രാൻഡുകൾ ഇപ്പോൾ ഓട്ടോ കൂടാതെ സീറോ, അങ്ങനെ കുറച്ച് 1-2 ബ്രാൻഡ് നമ്മൾ പാൻ അമേരിക്ക കുറച്ച് ബ്രാൻഡുകളും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ. അപ്പൊ ഇതിനൊക്കെ ഈ ഒരു സെക്ഷനിൽ പറയുമ്പോൾ ഏതൊക്കെ ബ്രാൻഡ് ഉണ്ടെന്നാ പറഞ്ഞത്? ഇവിടെ ആകുമ്പോൾ നമുക്ക് ലൂസ് ഫിലിപ്പ്, ഇതൊക്കെ നമുക്ക് 50% ഓഫർ ഇതിന് വരുന്നതാണ്. അതൊക്കെ വരുമ്പോൾ ലൂസ് ഫിലിപ്പിന്റെ തന്നെ 1-2 കളക്ഷൻസ് ഉണ്ട്. കൂടാതെ പീറ്റർ ഇംഗ്ലണ്ട് ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ വരുന്നത് മൊത്തം ബ്രാൻഡഡില് 50% ഓഫ്, അപ് ടു 50% ഓഫ് ആണ് ഈ ഒരു ബ്രാൻഡഡ് ഐറ്റംസ്. അതെ, ഇതിൽ വരുന്നത് പിന്നെ ടീഷർട്ട്സ് ഉണ്ടാവും, ഷർട്ട്സ് ഉണ്ടാവും, പിന്നെ നമുക്ക് 1 ട്രൗസേഴ്സിലും വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ ഏതാ ബ്രാൻഡ് എന്ന് പറഞ്ഞത്? എൽ പി ബ്രാൻഡ് ഉണ്ട് കേട്ടോ. പിന്നെ വാനുസിൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് പീറ്റർ ഇംഗ്ലണ്ട് വരുന്നുണ്ട്, ബ്രാൻഡ് പീറ്റർ ഇംഗ്ലണ്ട്. അപ്പൊ ഇതിന്റെ ഇവിടുത്തെ റേഞ്ച് വൈസ് നോക്കുമ്പോൾ എത്രയാ റേഞ്ച് വരുന്നത്? ഏകദേശം നമുക്കിപ്പോൾ വരുന്നത് ഇത് 2000 സംതിങ് അബോവ് വരുന്ന ഷർട്ട്സ് എല്ലാം നമുക്ക് അതിന്റെ 50 കട്ട് ചെയ്ത് അതെപ്പോ ഈ ഒരു 50% കിട്ടും കേട്ടോ. ഇത് കൂടാണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ എല്ലാ സൈസസും കിട്ടും. ടീഷർട്ട് ആയാലും, ഹുഡീസ് ആയാലും, 5 സ്ലീവ് ആയാലും, ഷർട്ട്സ് ആയാലും, ഫോർമൽ ആയാലും, കാഷ്വൽ ആയാലും, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതും ആ ഒരു മെറ്റീരിയലിൽ തന്നെ വരുന്നത്. 5 സ്ലീവിൽ വരുന്ന പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡി കളക്ഷൻസ് ആണ്. അതുകൊണ്ട്
റയോൺ മെറ്റീരിയൽസ്, അങ്ങനെ എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ കൂടുതൽ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനർ ആയിട്ട് നമുക്ക് കൂടുതൽ നോക്കുള്ളൂ. അപ്പോൾ ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സിന് കുറച്ച് വെറൈറ്റീസ് കൂടുതൽ കിട്ടും. അപ്പോൾ ഫെസ്റ്റിവൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കൂടുതൽ മൂവ്മെന്റ്സ് അങ്ങനെയാണ്. അതും സ്ലീവ് അത് കോളർ വരുന്നത് ക്യൂബൻ കോളർ ഉണ്ടാവും, പിന്നെ നോർമൽ കോളർ വരുന്ന എല്ലാം ഓഫ് ഷോൾഡർ എല്ലാം ഉണ്ടാവും. പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം വരുന്ന പ്രിന്റ് പിന്നെ വരില്ല, പിന്നെ അടുത്ത ഡിസൈൻ. അങ്ങനെയാണ് ട്രെൻഡ്. അപ്പൊ ഇവിടം വരെയാണ് നമുക്ക് മെൻസിന്റെ ഒരു സെക്ഷൻ വരുന്നത്. ഇത് അത് ടീഷർട്സ് നമുക്ക് 100 റുപ്പീസ്, അതായത് 99 റുപ്പീസ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് ടീഷർട്സ് വരുന്നത്. ടീഷർട്ടിലോ? വാവ്, ടീഷർട്ടിൽ 99 റുപ്പീസ് ആണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക്. അപ്പൊ ഇതില് സൈസ് ഞാൻ ഇത്രയ്ക്ക് വലുതാന്ന് വിചാരിച്ചില്ല കേട്ടോ. ചിലത് വലുതും ഉണ്ടാവും, കാരണം 5 സ്ലീവ് വരുന്ന പോലെ തന്നെ കളക്ഷൻസും അതിലും വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ ടീഷർട്ടിൽ വരുന്ന കളക്ഷൻസ് ആണ്. ബ്ലാക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാക്കിലും ഉണ്ട്, കളേഴ്സിലും ഉണ്ട്, ഷോർട്ട് സ്ലീവ് വരുന്നത് അങ്ങനെയും ഉണ്ട്. ഇനി ഇതിൽ ഷോർട്സ് അവൈലബിൾ ആണ്. പിന്നെ ട്രാക്ക് സൂട്ട് അങ്ങനത്തെ എല്ലാം നമുക്ക് ജെൻസിന് വേണ്ട എല്ലാം നമുക്ക് ഇവിടെ ഉണ്ടാവും. അടക്കം എല്ലാ ഐറ്റംസ് വരുന്നുണ്ട്. ഇനി ഈ ഒരു സെക്ഷൻ ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കിഡ്സ് സെക്ഷൻ ആണ്. കിഡ്സിന്റെ അപ്പൊ ഇനി കിഡ്സിന്റെ ആരാ ചെയ്യണേ? ഇവിടെ ഒക്കെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ ഓരോരോ ആളാണ്. അപ്പൊ നമ്മുടെ പേര് മറന്നുട്ടോ. പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ ഇല്ല. മോശം സത്യം പറയാലോ, കളക്ഷൻസ് കണ്ട് 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 ആദ്യം മറന്നു പോയി. സത്യം പറയും പേര്. നിസ്ഫാന. എന്ത് ഫാന? നിസ്ഫാന. എനിക്ക് വയ്യ, അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫുൾ കുട്ടികളുടെ ഒരു ലോകത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നോക്കി അവിടെ നിന്ന് ഏറ്റവും തൊട്ട് പിടിക്കുകയാണെങ്കിൽ ഇത് ഫുൾ ബോയ്സിന്റെ കളക്ഷൻസിലാണ് വരുന്നത്. അപ്പോൾ ബോയ്സിന് വരുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ ഷർട്ടിലൊക്കെ എത്ര വരും? ആരും ഇവിടുത്തെ ആളാരാണ്? എല്ലാവരും 3 പേരും അതില്. അതെ. അപ്പൊ ഈ ആൺകുട്ടികളുടെ എത്രയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ്? നമുക്ക് 299 തൊട്ടുണ്ട്. 299 തൊട്ടാണ് ഷർട്ടിൽ വരുന്നത്. പാൻസിന്റെ വരുമ്പോഴോ? പാൻസിന്റെ വരുമ്പോഴത്തേന് 249 തൊട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നും കാണിക്കും ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ളത്. പിന്നെ റേറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും കേട്ടോ, കാരണം അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഈ മൈക്ക് എന്താണ്? നിസ്സു. അതാ നല്ലത്. ഇവിടെ വയ്ക്കട്ടെ, ഞാൻ പറഞ്ഞോളൂ. ഷർട്ടുകൾ അല്ലേ? ഇതൊക്കെ നമുക്ക് 299 ഒക്കെ വരുന്നതാണ്. ഈ 299 ഇതിന്റെ റേഞ്ച് ആണോ? ഓ ഓക്കെ. 299 ഷർട്ടാണ് കേട്ടോ ഈ കാണുന്നത് കുട്ടികൾക്കുള്ളത്. അതുപോലെ ഇതും 299 ആണോ? ഓ, നല്ല റേഞ്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ തൃശ്ശൂരൊക്കെ ഓരോരോ കടയിൽ പോകുമ്പോൾ നമ്മൾ ഇതിനൊക്കെ കൊടുക്കുന്നത് 400, റീറ്റെയിൽ 400, 600 ആ ഒരു റേഞ്ചാണ്. പക്ഷേ ഇവിടെ എല്ലാ റേറ്റ് കുറവാണ്. ഭയങ്കര റേറ്റ് വ്യത്യാസമുണ്ട്, ഭയങ്കര ഹാഫ് പ്രൈസ് വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് വലുതിന് വരുമ്പോഴും 299 തന്നെയാണ് ഇതിന്റെ പ്രൈസ്. എന്റെ പൊന്നേ, ചെറുതായാലും വലുതായാലും ഒക്കെക്കും പ്രൈസ് ഒന്ന് തന്നെ. 299. അടിപൊളിയാണുള്ള പരസ്യം. അപ്പൊ ഈ ഒരു ലൈൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ടീഷർട്ടായി, അല്ല ഷർട്ടായി. അതുപോലെ തന്നെ ടീഷർട്ടിൽ വരുമ്പോ ടീഷർട്ടിൽ തന്നെ ഒരു ഏറ്റവും കുഞ്ഞ് സൈസ് വരുന്നത് ഇതാണ്. സൈസ് ഒക്കെ അതെ. ഇതില്ല, ഇതിന്റെ ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആണ്. റയോൺ മെറ്റീരിയൽ, നല്ല റയോണിൽ വരുന്നത് നല്ല അടിപൊളി, നല്ല പ്രിന്റുമാണ്. ചൈനീസ് കോളർ. കുട്ടികൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും ഇതുപോലത്തെ മെറ്റീരിയൽ. പോപ്കോൺ കുട്ടികളിലും ഉണ്ട്, കണ്ടോ? എനിക്ക് വയ്യ, വലിയവർക്ക് മാത്രമേ വിചാരിച്ചത്. കുട്ടികൾക്കും ആ ഒരു ഇതിൽ വരുന്നുണ്ട്. 5 സ്ലീവ് ആണോ, ഫുൾ സ്ലീവ് ആണോ, ഹാഫ് ആണോ, എങ്ങനെ മോഡൽ വേണമെങ്കിലും ഉണ്ടെന്ന്. എല്ലാ ടൈപ്പും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ റേഞ്ച് വരുമ്പോൾ റേഞ്ചൊക്കെ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചാൽ മതി, കാരണം ഇത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതൊക്കെ സെയിലായി പോയിട്ടുണ്ടാവും. പിന്നെ പുതിയ കളക്ഷൻസ് വരും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. ഇത് കൂടാണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് ആവശ്യപ്പെടാവുന്നതാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഈ ഷർട്ടിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, എല്ലാം എടുത്ത് കാണിക്കുന്നില്ല. അത് ഈ കാണുന്നത് മൊത്തം ഷർട്ടുകളാണ് കേട്ടോ. അത് കൂടാണ്ട് ഈ കാണുന്നത് ജീൻസ് ആണ്. അത് നമുക്ക് 16 സൈസ് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. സൈസ് തൊട്ട് ഒരു 40 സൈസ് വരെയാണ് നമുക്ക് ലാസ്റ്റ് സൈസ് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് വരുമ്പോൾ എത്ര വരും റേറ്റ് വരുമ്പോഴത്തേക്കിന് നമുക്കൊരു എനിക്ക് കാണിച്ചിട്ട് ഇതേ 229 പറയണ്ടെന്ന് കാണിച്ചു തരാന്ന്. ഇത്രയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ. അത് കുട്ടികളുടെ ഒരു ജീൻസിന്റെ സെക്ഷനിലോട്ടോ ഭയങ്കര റേറ്റ്. അപ്പൊ ഒരു 500 രൂപ ഉണ്ടായ ഒരു സെറ്റായി. 500 രൂപ വേണ്ട കേട്ടോ, 500 രൂപ വേണ്ട. അത് നമുക്ക് പിന്നെ കുട്ടികളുടെ തന്നെ ബാഗ് നമുക്ക് വരുന്നുണ്ട്. കിഡ്സിന്റെ തന്നെ 16 സൈസിലൊക്കെ വരുന്ന ബാഗ്, അതായത് വലിയവർക്ക് വരുന്ന പോലെ തന്നെ ബാഗ് നമുക്ക് കുട്ടികൾക്കും വരുന്നുണ്ട്. അപ്പനും മോനും ഒരുമിച്ച് ഇടാം.
എന്താ രസം. പിന്നെ ബാഗിൽ വരുന്നത് ഈ ഒരു ബാക്ക് സൈഡ് വരുന്നത് എന്ത്? അതൊക്കെ നമുക്ക് കോട്ടൺ പാന്റ് ആയിട്ട് വരും. ഓ, ഇത് ഇപ്പുറത്തെ സൈഡ് ജീൻസ് ആണെങ്കിൽ അപ്പുറത്തെ സൈഡ് കോട്ടന്റെ വരുന്നത് അല്ലേ? അതിൽ ഒരെണ്ണം ഒന്ന് എടുത്ത്. ഇതാ ഇതൊക്കെ കോട്ടൺ. ഇനിയുണ്ടല്ലോ. ഇത് കോട്ടണിൽ തന്നെ വരുന്ന ജോഗറാണ്. ഇതിനൊന്നും അധികം റേറ്റ് ഒന്നും ഇല്ല. ഡയറക്റ്റ് വരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് അറിയാൻ പറ്റും. റേറ്റ് ഞാൻ തപ്പണം, റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല, തപ്പിക്കൊണ്ടിരിക്കണം. 395 കോട്ടൺ പാൻ്റാണ് പാൻറ്റിൽ വരുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ ആൺകുട്ടികളുടെ സെക്ഷനാണ്. പിന്നെ ഈ കാണുന്നത് മൊത്തം നമുക്ക് ടീഷർട്ട്സ് വരുന്നുണ്ട്, ഹുഡീസ് വരുന്നുണ്ട്. ഹുഡീസിൽ തന്നെ ഈ ഒരു മോഡൽ വരുന്നുണ്ട്, ഇങ്ങനത്തെ മോഡലും വരുന്നുണ്ട്. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ ക്ലോത്ത് വരുന്നത്. ഇത് കുറച്ച് കട്ടിയുള്ളത്, ഇത് കുറച്ച് കട്ടി കുറവുള്ളത്, അങ്ങനത്തെ വരുന്നത്. പിന്നെ വരുന്നത് ഇതൊക്കെ ബ്രാൻഡഡ് ആണോ? ഇത് ബാബ സൂട്ട് സെറ്റ് ആയിട്ട് വരും. നമുക്ക് കിഡ്സിന്റെ തന്നെ സെറ്റ് ആയിട്ടുള്ള ഐറ്റംസും വരുന്നുണ്ട്. ഇത് എത്ര ഏജ് വരെയൊക്കെ ഈ സെറ്റ് ആയിട്ട് കിട്ടും? ഇത് ഒരു 6 വയസ്സിന്റെ വരെ നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും. 26 സൈസ് വരെ നമുക്ക് വരുന്നുണ്ട്. അതില് ട്രൗസർ അങ്ങനെയായിട്ടാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ പാന്റ് സെറ്റ് ആയിട്ട് വരും. കുറച്ചുകൂടെ പാർട്ടി വെയർ ആയിട്ട് വരും. നെഹ്റു കോട്ട് ഒക്കെ വരുന്ന ആ മോഡലാണ് ഇത്. പിന്നെ ഇങ്ങനെ ഈ ടൈപ്പ് കോട്ടും വരുന്നുണ്ടല്ലേ? പാർട്ടി വെയർ ആയിട്ട് വരുന്നുണ്ട്, ബർത്ത്ഡേക്ക് വരുന്ന പാർട്ടി വെയർ ടൈപ്പ് ആയിട്ടും വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പൊക്കെ ഇതൊക്കെ. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ 195 തൊട്ട് നമുക്ക് സെറ്റ് അവൈലബിൾ ആണ്. സെറ്റിൽ മാത്രം വരുമ്പോ അവിടെ ഇരിക്കുന്നു. മോള് പൊക്കോ, ഞാൻ പഠിക്കുന്നുള്ളത് ഇതാ എടുത്തു തരാൻ പറഞ്ഞു കണ്ടോ. ഇതിന് വെറും 195. നമുക്ക് പ്രൈസ് കാണിച്ചു തരാം. പ്രൈസ് കാണിച്ചിട്ടതാ. വെറും 195 രൂപയ്ക്ക് 2 പീസിന്റെ ഷർട്ടും ട്രൗസറും. ട്രൗസറും വരുന്നുണ്ട്, ഷർട്ടും കിട്ടും. അതും ഡെനിമില്. ഇത് 3 പീസിന്റെ അങ്ങനെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ 195 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ബാബ സൂട്ട്സിൽ. അതിന് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഡങ്കറിയിലൊക്കെ നോക്കിയാൽ നല്ല മെറ്റീരിയൽ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അതും ചേട്ടനിയന്മാർക്കാണെങ്കിൽ ആ സൈസിനൊക്കെ കിട്ടും. 2 സൈസായിട്ട് ഡങ്കറിയിലൊക്കെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് എപ്പോഴും ട്രെൻഡാണല്ലേ ഈ ഒരു ഡങ്കറി മോഡല്. കണ്ടോ, അതിന് പ്രിന്റ് വേണോ, എന്താ പറയുക, വെറൈറ്റികളുണ്ട്. വലിയ ഇല വേണോ, ചെറിയ ഇല വേണോ, കളേഴ്സ് വേണോ, അങ്ങനെ വെറൈറ്റികൾ. പിന്നെ ഇത് 3 പീസ് തന്നെയാണ് ഷർട്ട്. നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ പാർട്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് കോട്ട് ഇട്ട് യൂസ് ചെയ്യാം, അല്ലാണ്ടായിട്ടും കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ കുറേ ഉണ്ട് കേട്ടോ. ഇതെല്ലാം അത് കാണിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ കഴിഞ്ഞോ? ആൺകുട്ടികളുടെ ഇതൊക്കെയാണ് ആൺകുട്ടികളുടെ വരുന്നത്. ഇതൊക്കെ പിന്നെ ഇതൊക്കെ തന്നെ നമുക്ക് സെറ്റായിട്ട് വരുന്നത്. ഇതിനൊക്കെ നമുക്ക് 300 റേറ്റിംഗ് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. അതും പാന്റ് അടക്കം പൈജാമ പാന്റ് അടക്കം അങ്ങനെ അതില് 345. ഇതിൻ്റെയൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് 16 സൈസ്, അതായത് 1 വയസ്സിന്റെ കുട്ടിക്ക് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് സൈസ് വരുന്നുണ്ട്. അതിന്റെ കളർ ചേഞ്ച് കിട്ടും. നേരത്തെ കാണിച്ചതിന്റെ കളർ ഇതൊക്കെ ഓരോ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാം. വിഷു, ഓണം, വിഷു ആയാലും ഓണായാലും ഇവിടെ ഐറ്റം ഉണ്ട്. ഫാബ്രിക്സിലേക്ക് വന്നാൽ മതി. ഏതൊരു ഫംഗ്ഷൻ വന്നാലും നമുക്ക് ഇവിടെ ഐറ്റം ഉണ്ട്. ഇത് അതിന്റെ പ്ലെയിൻ ആയിട്ട് വരുന്നതാ, വർക്കില്ലാണ്ട്. ഇത് ഇങ്ങനത്തെ വേണ്ട, ചിലപ്പോൾ സ്കൂളിലൊക്കെ ഫംഗ്ഷന് പ്ലെയിൻ കളേഴ്സ് ചോദിച്ചു വരും. അങ്ങനെ വന്നാലും നമുക്കല്ലാതെ ഈ പൈജാമ സെറ്റ് അല്ലാതെ സിംഗിൾ പീസ് ആയിട്ടും വരുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലും സെറ്റായിട്ട് വരുന്നതാ. സെറ്റ് അല്ലാണ്ടും കിട്ടൂല, പാന്റ് അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും കിട്ടും. അപ്പൊ ആൺകുട്ടികൾക്കും ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ഇത് ഒക്കെ പ്ലെയിനിൽ നേരത്തെ കാണിച്ചത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരുപാട് സെക്ഷൻസിൻ്റെ ബോക്സ് ഒന്ന് അടിക്കൂടെ ഇങ്ങനെ നോക്കിയാൽ ഇത് കാണുന്നത് ഫുള്ള് നമുക്ക് ബോയ്സിൻ്റെ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. ഫുൾ ആ ഒരു നെഹ്റുവിൻ്റെ കോട്ടും സാധാ മോഡലും പല വെറൈറ്റീസ് ഒക്കെ തുറന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. ഇതൊക്കെയാണ് പിന്നെ പാർട്ടി വെയർ ആയിട്ട്. ഓരോന്ന് കാണിക്കുന്നതോറും ഞാനും ഞെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. സൂപ്പറാ. ഇതിൽ ട്രൗസർ എടുക്കാം. ഇത് പാൻ്റാണ്. ഞാൻ തുറക്കണുള്ളൂ. ഇതാ ഇത് പാന്റ് അടക്കാം. ഇങ്ങനല്ല 2 പീസ് സെറ്റ് ആയിട്ട് 2 or 3 പീസ്. ഇത് സെപ്പറേറ്റഡ് ആണ്. ഓക്കെ
അപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷനിൽ ഇത്ര നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പാർട്ടി വെയറിനുള്ളത് ഇപ്പോൾ കുട്ടിയുടെ ബർത്ത്ഡേ ആയാലും എന്തൊരു ആവശ്യത്തിന്. പിന്നെ വരുന്നത് പെൺകുട്ടികളുടെ സെക്ഷൻ. കുട്ടികൾക്ക് ഇവിടെ എത്ര ഏജ് തൊട്ടാ പെൺകുട്ടികളുടെ വരുന്നത്? നമുക്ക് ഇവിടെ ഒരു 2 years തൊട്ടാണ്, ബാക്കിയുള്ളത് ന്യൂ ബോൺ സെക്ഷൻ താഴെയാണ്. താഴത്തെ അത് കണ്ടു. അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം കളക്ഷൻസ് നിറയുണ്ടെന്നുള്ളത്. അപ്പോൾ കുട്ടികളുടെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ തരം മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് അല്ലേ? ഷിഫോണിൻ്റെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ എല്ലാ മെറ്റീരിയൽസ് വെച്ച്. മെറ്റീരിയൽ അകത്താണെങ്കിൽ നമുക്ക് കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് അല്ലേ? നല്ല സോഫ്റ്റ് ആയിരിക്കും. ആ ഉള്ളിലല്ലേ സോഫ്റ്റ് മെറ്റീരിയൽ. അതിൽ ഇതാ കോട്ടൻ്റെ തന്നെ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ളത് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ കോട്ടണിൽ വരുന്ന, അതുപോലെ റയോണിലുണ്ട്, റിങ്കിളിലുണ്ട്, പലതരം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കാണിച്ചാൽ 2-3 ഇവിടേക്ക് ഇതാ ഇത് തന്നെ ഫ്രണ്ട്. നല്ല മെറ്റീരിയൽ നല്ലതാട്ടോ. ഇതൊക്കെ ശരിക്കും വലിയൊരിക്കൽ ലാച്ചൊക്കെ ഉണ്ട് ഈ ഒരു മെറ്റീരിയലിൽ തന്നെ. അതിൻ്റെ കുട്ടികളുടെ അതിൻ്റെ സൈസസും ഉണ്ട് കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ സൈസ് വരുന്നതാ. ഇതൊക്കെ അത്യാവശ്യം ഇപ്പൊ ചോദിച്ചു വരുന്ന മോഡലുകളാണ്. സിമ്പിൾ ആയിട്ടുള്ള സ്ലീവ് വരുന്നത് കാറ്റ് കൊള്ളാൻ കുട്ടികളെ പെൺകുട്ടികളുടെ സിമ്പിളായിട്ട് വേണമെന്ന് വെച്ചാൽ ഈ സെക്ഷൻ മൊത്തം സിമ്പിളായിട്ട് വരുന്ന കുറേ കളക്ഷൻസ് ആണ് കേട്ടോ. കോട്ടണിൽ വേണം, റിങ്കിളിൽ വേണം. അത് കൂടാണ്ട് ഇവിടെ സ്റ്റാർട്ടിങ് എത്ര വരുന്നത്? നമുക്ക് ഇങ്ങനത്തെ കോട്ടണൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല കോട്ടണൊക്കെ വരുമ്പോൾ 499 തൊട്ട് വരുന്നുണ്ട്. അല്ലാതെ ഇതിനെ കുറച്ചുകൂടെ കുറഞ്ഞ കോട്ടനും വരുന്നുണ്ട്, 199 രൂപയ്ക്ക് വരെ കോട്ടൺ നമുക്ക് വരുന്നുണ്ട് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ളത് അല്ലേ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ബ്രാൻഡഡ് ഐറ്റം ആണോ? ഇത് നമുക്ക് ടോഫി ഹൗസ് എന്ന് പറഞ്ഞ ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. കുറച്ച് അതാ ഇതൊക്കെ ആ ഒരു ബ്രാൻഡഡിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ ഇത് സെമി ബ്രാൻഡഡ് ആണ്, കുറച്ചുകൂടെ ഈ സൈഡ് ഇങ്ങനെ ഒരു പട്ടിയാല ടൈപ്പ് ഫ്രോക്ക് ആണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു പട്ടിയാല ടൈപ്പ് മോഡൽ നമുക്ക് തോന്നും ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ ഇതും ആ സെയിം അത് തന്നെ കേട്ടോ. ഇങ്ങനെ ഒരു പഫി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പ് പട്ടിയാല സ്റ്റൈൽ പണ്ടത്തെ അതിൽ ബെൽറ്റും ഉണ്ട് കേട്ടോ നമുക്ക് കൊടുത്തിട്ട്. പിന്നെ വരുന്ന ഈ ഒരു മോഡല് ഏത് സാധാരണ നോർമൽ നമുക്ക് ഡംഗ്രി സ്റ്റൈൽ തന്നെ സ്കേർട്ടാണ്. ഇത് ഡംഗ്രീസ് ഇത് വരുമ്പോ ഷോർട്സ് ആയിട്ട് വരുമ്പോ ഇത് ഇങ്ങനത്തെ വരും. ഇത് പാന്റ് മറ്റേ ഷോർട്ട് ടൈപ്പ്, ഇത് സ്കേർട്ട് ടൈപ്പ് ആയിട്ട്. അപ്പൊ അങ്ങനെ വെറൈറ്റികൾ ഉണ്ടെന്ന്. ഇനി ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇത് കൂടാണ്ട് കൊറിയൻ ടോപ്സ് വരുന്നുണ്ട് അല്ലേ നമുക്ക് പെൺകുട്ടികൾക്കുള്ളത്. കൊറിയൻ സെക്ഷൻ ഫുള്ളും പെൺകുട്ടികളുടെ ടോപ്സ് ഐറ്റംസ് ആണ്. നമുക്ക് താഴത്ത് വലിയവർക്കുള്ള നമ്മൾ കൊറിയന്റെ കണ്ടില്ലേ, അതിന്റെ തന്നെ ചെറിയ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലത്തെ ഇതൊക്കെയാണ്. നമുക്ക് 16 സൈസാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതായത് 1 വയസ്സിലെ കുട്ടികൾക്ക് തൊട്ട് ഇവിടെയും വരുന്നുണ്ട് ക്രോപ്പ് ടോപ്സ്. 1 വയസ്സായ കുട്ടികൾക്ക് കൊറിയൻ്റെ അടിപൊളിയാണ്. ഇതിന്റെ സ്ലീവ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ നല്ല രസമായിട്ടുണ്ട്. സൂപ്പർ. അതുപോലെ മെറ്റീരിയൽ വൈസ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതില്. റേഞ്ച് വൈസ് ഒക്കെ എങ്ങനെ വരുന്നത്? കൊറിയനിൽ വരുമ്പോഴത്തേക്കിനൊരു 499 ആ ഒരു റേഞ്ച്. പിന്നെ ഇമ്പോർട്ടഡ് ആണല്ലോ, അപ്പൊ അതിന്റെ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. കാരണം ഏറ്റവും ചെറിയ സൈസിനായിരിക്കും പ്രൈസ് ഇപ്പൊ കൂടുതൽ വരുന്നത്. കാരണം ഏറ്റവും ചെറിയ സൈസ് സ്റ്റിച്ച് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതെ, വലിയവർക്കാണെങ്കിൽ റേറ്റ് കുറവ്, ചെറിയവർക്കാണെങ്കിൽ റേറ്റ് കൂടുതൽ. അങ്ങനെ കൊറിയൻസിൽ വരുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മോഡലായിട്ട്. ചെറിയ കുട്ടികൾക്ക് എന്തോരം വെറൈറ്റികളാ നോക്കിയേ, അടിപൊളി കേട്ടോ. ഇതൊക്കെ വലിയവർക്കും വരുന്നുണ്ട് താഴെ ഈ മോഡൽ. ഞങ്ങൾ കണ്ടു, അതിൽ കുറച്ചേ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇതൊക്കെ വലിയവർക്കും വരുന്നുണ്ട് കേട്ടോ ഈ സൈസിൽ. ഇതിപ്പോ ചെറിയ കുട്ടികൾക്ക് 1 വയസ്സ് തൊട്ടുള്ളൂ അല്ലേ സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൊറിയന്റെ ആ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ്. ഇത് കൂടാതെ നോർമലായിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഐറ്റംസ് അല്ലേ, ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് കുറച്ചുകൂടെ ലെങ്ത് ആയിട്ട് വരുന്നത്, അതായത് കുറച്ച് ക്രോപ്പ് ടോപ്പ് അല്ല, കുറച്ച് ലെങ്ത് വരുന്ന ടോപ്സ് വേണമെന്ന് പറയുന്നവർക്ക് നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് വരുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുക. ഓക്കെ, ഇതാ കുറച്ച് ലെങ്ത് വേണമെന്ന് പറയണവർക്ക് അടിപൊളി കേട്ടോ. ഇതൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ ഒരു സെക്ഷനിലാണ് വരുന്നത്. അത് കൂടാണ്ട് വലിയവർക്കുള്ള ഒരു കളക്ഷൻസും ഇവിടെ ഉണ്ട്. എത്ര ഏജ് വരെ ഉണ്ട് ഇവിടെ ഈ ഒരു പോർഷനിൽ? ഈ ഒരു പോർഷനിൽ ഒരു 15 വയസ്സ് വരെ നമുക്ക് കിട്ടും. പിന്നെ കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും അനുസരിച്ചിരിക്കും. പിന്നെ ഇവിടേക്ക് വരൂ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഒന്ന് തിരിഞ്ഞ് നോക്കി. ഇത് മൊത്തം നമുക്ക് ഗേൾസിന്റെ ഒരു കളക്ഷൻസ് വരുന്നത് വെസ്റ്റേൺ വെയറിൽ വരുന്നത്. വെസ്റ്റേൺ വെയറിൽ അതായത് 2 പീസ് മെഡി സെറ്റ് ആയിട്ടൊക്കെ വരും. അതിൽ 2-3 എണ്ണം ഒന്നും കാണിക്കോ? ഇതുണ്ട്, ഇത് പലാസോ സെറ്റ് ആയിട്ട് വരും. ഇതിനൊക്കെ ആണെങ്കിലും റേറ്റ് കാണിച്ചു തരാം. 299. 299 2 പീസിന്റെ കേട്ടോ കുട്ടികളുടെ.
ഭയങ്കര റേറ്റിന് മാറ്റമുണ്ട് കേട്ടോ. അതും സിംഗിൾ പീസായിട്ട് കിട്ടും, റീറ്റെയിലായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇതും അതുപോലെ തന്നെയാണ് 349. ഇതിന്റെ അടിയിൽ ഷോർട്സ് ആണ് വരുന്നത്. ഓ 2 പീസ് തന്നെ വരുന്നത്. 2 പീസ് അല്ല, ബാക്കിലൊരു ക്യാപ്പും ഉണ്ട്. ആഹാ 3 പീസ്, അതും 349 ആ ഒരു റേഞ്ചിൽ 3 പീസിന്റെ ഒരു സെറ്റ് ആണ് കേട്ടോ വരുന്നത്. പെൺകുട്ടികൾക്ക് അടിപൊളി കളക്ഷൻ കേട്ടോ. ഇതും അതുപോലെ 2 പീസ് ആയിട്ട് തന്നെ വരുന്ന, ഇത് നമുക്ക് അതേ റേറ്റ് കുറവിൽ തന്നെ വരുന്ന ഐറ്റമാണ്. 299 ഓഹോ, മെഡി സെറ്റ് ആണ്. ഭയങ്കര റേറ്റിന് വ്യത്യാസമുണ്ട്. പിന്നെ ജാസ് ഫാബ്രിക്സ് പേരും അടിപൊളിയാണ്, അതേപോലെ റേറ്റും അടിപൊളിയാണ്. സൂപ്പർ കേട്ടോ. പിന്നെ ഇത് ഈ ബോക്സിലൊക്കെ ഇരിക്കുന്ന എന്താ സംഭവം? ഈ ബോക്സിലൊക്കെ ഇരിക്കുന്ന നമുക്ക് ദേ കുട്ടികളുടെ പാർട്ടി വെയർ ഐറ്റംസ് ആണ്. ഓ അടിപൊളി പാർട്ടി വെയർ ബോക്സ്, ഇതാ പാർട്ടി വെയർ കളക്ഷൻസ്. ഇതൊക്കെ വരുമ്പോൾ കുറച്ച് റേറ്റ് വരും കേട്ടോ, കാരണം ഇത് പാർട്ടി വെയർ ആണ്. അപ്പൊ അതിനനുസരിച്ച് ബേബി ബിടെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡഡ് ആയിട്ട് വരുന്ന ഐറ്റംസാ. ബ്രാൻഡ് അല്ലാതെ നമുക്ക് കുറഞ്ഞ സെമി ബ്രാൻഡിന്റെ ഉണ്ട്, 300 400 ഒക്കെ നെറ്റിന്റെ തന്നെ നമുക്ക് വേറെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാകുമ്പോ റേറ്റ് കുറയും. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കാശ് നോക്കരുത് കേട്ടോ, കാരണം നമ്മുടെ കുട്ടികൾക്ക് ആകുമ്പോ നല്ലത് പെർഫെക്റ്റ് ഏറ്റവും നല്ല മുന്തി സാധനം കൊടുക്കാന്നൊക്കെ പറയില്ലേ, അത് വേണം. അത് ഫുൾ ഗൗൺ ആയിട്ട് വരും കുട്ടികൾക്ക് തന്നെ ഷിമ്മറി ആയിട്ടുള്ളത്. എന്ത് രസമാണ് ഓരോ വർക്ക് കാണുമ്പോൾ തന്നെ അതിൽ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടുന്നൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. വാവ് സൂപ്പർ കളർ. ഇപ്പം ഗിൽട്ടൊന്നും വേണ്ട, നോർമലായിട്ട് നെറ്റിൻ്റെ മാത്രം മതി എന്ന് പറഞ്ഞ് ചോദിക്കുന്നവർക്കും അങ്ങനത്തെ ഫാബ്രിക്കും ഉണ്ട്. ഓക്കെ സൂപ്പർവാ, അടിപൊളിയായിട്ടുണ്ട്. കസ്റ്റമേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോൾ ഇരിക്കുകയാണ്. ഇത് വേറൊരു ഷെയ്ഡ് അല്ലേ. പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒക്കെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. എല്ലാം സോഫ്റ്റ് നെറ്റ് ആയിരിക്കും കൂടുതലും വരുന്നത്. പിന്നെ ഈ പഫ് സ്ലീവ് ഒക്കെ കുട്ടികൾ ഇടുമ്പോൾ ആ ഒരു ഇമാജിനേഷൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കാം, നല്ല രസമായിരിക്കും. ഇനി ഇത് കൂടാണ്ട് നമുക്ക് പാർട്ടി വെയർ കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്ന് വെച്ചാൽ കുറച്ച് ഷോർട്സ് ഒക്കെ ഉണ്ട് അല്ലേ. ഷോർട്സ് നമുക്ക് ഇങ്ങനെ ക്രോപ്പ് ടോപ്പുമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ, കൊറിയൻ ടോപ്പിന്റെ ഒക്കെ കൂടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ, അത് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. സെറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇവിടുന്ന്. അത് സ്കേർട്ടിലും ഉണ്ട് ട്രൗസറിലും വരുന്നുണ്ട്. സ്കേർട്ടാണ്. ഇതിന്റെ കൂടെ ഒക്കെ ആ ടോപ്പൊക്കെ നല്ല രസമായിരിക്കും. ഇതിനൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? ഈ സ്കേർട്ട് അല്ലെങ്കിൽ ട്രൗസറിലൊക്കെ വരും ഒരു 559 ആ ഒരു റേറ്റ് വരും. അല്ലാതെ ഡെനിം ആയതുകൊണ്ടാണ്. അല്ലാതെ ഇങ്ങനത്തെയൊക്കെ വരുമ്പോഴത്തേനും 199 രൂപ ഈ സ്കേർട്ടൊക്കെ. 199 രൂപ. എന്നെ എങ്ങനെ ഞെട്ടിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഇനി ഞെട്ടിക്കണമെങ്കിൽ എനിക്കൊരു ബിരിയാണി മേടിച്ചു തരണം കേട്ടോ, എന്നാലും എനിക്ക് മേടിച്ചു വരുന്നില്ല. അപ്പൊ ഈ പാവാടയുടെ കളക്ഷൻസ് ആ സ്കേർട്ടിന്റെ നേരത്തെ കണ്ടില്ല, അതില് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിന്റെ പെട്ട കളക്ഷൻസ് ആണ് കേട്ടോ. പ്ലെയിൻ കളേഴ്സ് വരുന്നുണ്ട്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഇനി ഇത് കൂടാണ്ട് കോട്ടന്റെ ആണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളത് അങ്ങനത്തെ ഉണ്ട്. അയ്യോ ഇതെടുക്കാം എവിടെ നിന്ന് എടുക്കാന്ന് സത്യം പറഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ. ഭയങ്കര കൺഫ്യൂഷൻ. ഇനിയിപ്പോ ചെറുത് വേണ്ട, നമുക്ക് വലുത് വേണമെന്ന് വെച്ചാൽ അങ്ങനെയും ഉണ്ട് കേട്ടോ. ഇതൊക്കെ വലിയതിലേക്ക് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഇനി കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഉണ്ട് എന്നുള്ളത് അതും ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ ഒരു പോർഷനിൽ വരാണെങ്കിൽ നമുക്ക് പാർട്ടി വെയറിന്റെ തന്നെയാണ് വരുന്നത്. പാർട്ടി വെയറിന്റെ തന്നെയാണ്. ഇത് കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ ടൈപ്പിൽ നമുക്ക് വരുന്നുണ്ട്. ഈ മോഡലൊക്കെ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ ടൈപ്പിൽ നമുക്ക് വരുന്നതാണ്. ഏകദേശം 529. ഓ ഇതൊക്കെ ആ ഒരു റേഞ്ച്. ഇത് റേഞ്ച് പിന്നെ കുറയുമല്ലോ, 365. കണ്ട. അപ്പൊ വെറൈറ്റികളുണ്ട്, കളക്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ കുട്ടികളുടെ കളക്ഷൻസ് ആണ്. ഷോപ്പിന്റെ സമയമൊക്കെ എത്ര മണി തൊട്ട് എത്ര മണി? നമ്മുടെ കുട്ടി എന്താ പേര് പറഞ്ഞു? നിസു കുട്ടി വാ. ഇതൊക്കെ 340 ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ. അതെ, ഇനി കൂടുതൽ കാണണമെങ്കിൽ അവരും ഇങ്ങോട്ട് വരട്ടെ. ഞാൻ ഏകദേശം ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്, കാരണം കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. വെടിക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി. ഇതെല്ലാം ചെറിയ ചെറിയ വെടിക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ. ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ വലിയ ശേഖരങ്ങൾ. അപ്പൊ ഈ വലിയ കളക്ഷൻസ് കാണണമെങ്കിൽ എങ്ങോട്ട് വരണം? നമ്മുടെ ജാസിലേക്ക് വരണം. അതെവിടെയാണ്? അരൂരിന്ന് കെൽട്രോൺ ജംഗ്ഷന്റെ തൊട്ടിപ്പുറത്ത്. അതെവിടെയാ? എറണാകുളം ആലപ്പുഴ ബോർഡർ. അത് ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ എന്ന് പറയും. ആലപ്പുഴ അതൊക്കെ പേടിക്കേണ്ട കേട്ടോ. ഇത് എറണാകുളം എടപ്പള്ളി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് 20 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ജാസ് ഫാബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എന്ന് പറയുമ്പോൾ വെഡ്ഡിങ് സെൻറ്റർ ആണ്, നമുക്ക് ഫാമിലി ഷോപ്പാണ്. എല്ലാ ഐറ്റംസും ഇവിടെ A to Z എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, റേറ്റ് അടക്കമാണ് നിങ്ങൾക്ക് ഓരോന്ന്. എല്ലാത്തിൻ്റെയും റേറ്റ് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് എടുത്ത് കാണിച്ചത്. ഒരുപാട് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ച്
കണ്ടോ ഇത് ഫുൾ കിഡ്സിൻ്റെ മാത്രമാണ്. അവിടെ കാണുന്നത് ഫുൾ ജെൻസിൻ്റെ, അതുപോലെ അപ്പുറത്ത് കാണുന്നത് വെഡ്ഡിങ്ങിൻ്റെ. പിന്നെ ഇത് കൂടാണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് താഴത്ത് ഇങ്ങനെ ഇരിക്കണതൊക്കെ കാണാം. ചേട്ടാ ഇത് മതി അത് മതിയോ എന്നിങ്ങനെ ചോദിക്കാം. ബെഡ്ഷീറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ലൊക്കേഷൻ പറഞ്ഞു. ഇനി സമയം നമ്മുടെ ഷോപ്പിൻ്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി? 9:30 മുതൽ ഒരു 9:30 നൈറ്റ് 9:30 വരെ ഷോപ്പ് ഓപ്പൺ. ഓക്കെ. മാത്രമല്ല സൺഡേ സെയിം ടൈം ആണോ? സൺഡേ എല്ലാവർക്കും സൺഡേ ആണ് നോർമലി എല്ലാവരും ഫ്രീ ആവുന്ന ടൈം. സൺഡേ നമുക്ക് ഇവിടെ ഷോറൂം ഓപ്പൺ ആയിരിക്കും. ഇപ്പോഴാണ് ഒന്ന് പൊന്തിയത്. ഇത്ര നേരം ഇങ്ങനെ എന്താ വേണ്ട എന്നുള്ളത്. നമുക്ക് ആ ഒരു പാറ്റേണിലുള്ള ആൾക്കാരെ കിട്ടിയാലേ നമുക്ക് ചാടി ചാടി നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴാണ് ചാട്ടം തുടങ്ങിയത്. അപ്പോഴേക്കും എൻ്റെ വീഡിയോ നിർത്താറായി. അപ്പം നമുക്ക് വീഡിയോ നിർത്തിയിട്ട് ഇനി ചാടാൻ ഒരുമിച്ച്. അപ്പോൾ ആ ടാറ്റ പറയാം. ഓക്കെ ടാറ്റ പറയാം. ബൈ. താങ്ക് യു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.